ശ്രവിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ പ്രദേശത്തെ, തൊഴിയൂർ പ്രദേശത്തെ വളരെക്കാലം പഴക്കമുള്ള മഹല്ല് സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ സമീപം വരെ ഉച്ചഭാഷിണിയുടെ സൗകര്യവും ഉണ്ട്. അവിടെയും ചില ആളുകൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തിൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ള സഹോദരന്മാർക്കൊക്കെ മനസ്സിലാകണമല്ലോ ഇവിടെ എന്താ സംസാരിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു സംഭവം കൊണ്ടുവരികയാണ്. ആ സംഭവം നിങ്ങൾ സാഗൂതം ശ്രദ്ധിച്ച് കേൾക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ അറിയപ്പെട്ട തല ഉയർത്തി നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ശാരീരികമായ ചില പ്രയാസങ്ങൾ നേരിട്ട ഘട്ടത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ ചികിത്സയ്ക്ക് വിധേയമായ ഒരു ഘട്ടത്തിലുണ്ടായ സംഭവമാണ് തുടക്കത്തിൽ പറയുന്നത്. 60 കൊല്ലത്തോളം 2 കാലും ഉപയോഗിച്ച് നടന്ന ഒരു മുസ്ലിം സഹോദരന്റെ കാല് മുറിക്കുകയാണ്. അപ്പൊ ആ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് രോഗിയെ, ഡോക്ടർക്ക് ഇത് അറിയിക്കണം. 60 കൊല്ലം ഇക്കാക്ക നിങ്ങളോടൊപ്പമുള്ള കാല് നാളെ രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് മുറിച്ചു കളയുകയാണ്. ഇത് രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ അറിയിച്ചു. രോഗിയെ അറിയിക്കണം, അത് ഡോക്ടർ തന്നെ പറയണം. അവൻ വളരെ ആലോചിച്ച്, വളരെ ആത്മസംയമനം സ്വീകരിച്ച് ഡോക്ടർ രോഗിയെ സമീപിച്ച് പറഞ്ഞു, ഒരുപാട് കാലം ദൈവം ആയുസ്സിട്ടാൽ നിങ്ങൾക്ക് ജീവിക്കണം. പക്ഷേ നിങ്ങളുടെ വലത് കാല് മുറിച്ചിട്ടില്ലെങ്കിൽ, കാൽമുട്ട് വരെ മുറിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. ശരീരത്തിലേക്ക് പഴുപ്പ് ബാധിച്ച് മറ്റുള്ള ഭാഗങ്ങളും കൂടെ മുറിച്ചു കളയേണ്ടി വരും. ഇപ്പൊ കാൽമുട്ട് വരെ മുറിച്ചാൽ മതി, കുറച്ചുകൂടെ വെച്ചാൽ കാൽത്തുട വരെ മുറിക്കേണ്ടി വരും. അതുകൊണ്ട് നാളെ ഞങ്ങൾ നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റും എന്ന് വളരെ സ്നേഹത്തോടെ, ആത്മസംയമനത്തോടെ, രോഗിയോടുള്ള ഉത്കടമായ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ ഡോക്ടർ പറഞ്ഞു. കേൾക്കേണ്ട താമസം വൈലന്റായി, കോപാകുലനായി രോഗി ഡോക്ടറെ പൊളിച്ച അസഭ്യം പറയുകയാണ്, തെറി പറയുകയാണ്. ആ തെറി പറയുന്ന ആളെ കുറ്റപ്പെടുത്താൻ വയ്യ, തെറിക്ക് വിധേയനായ ഡോക്ടറെയും കുറ്റപ്പെടുത്താൻ വയ്യ. കാരണം രോഗി തെറി പറയുന്നത് 60 കൊല്ലം തന്നോടൊപ്പം ഉണ്ടായിരുന്ന കാലാണ് മുറിച്ചു മാറ്റണത്. ഓർക്കാൻ വയ്യ, ആ കാലിലാണ് നടന്നത്, ആ കാലിലാണ് ഓടിയത്, ആ കാലിലാണ് മറ്റേ കാല് പൊക്കി നിന്നത്. എല്ലാം ആ കാലാണ്. അത് പോവുകയാണ്, ശരീരത്തിൽ നിന്ന് പോവുകയാണ്, മുറിച്ചു മാറ്റുന്ന പറയുന്നത്. ഇനി ആ കാലിൽ നടക്കാൻ വയ്യ. അപ്പൊ ഓർത്തപ്പം മാനസികമായി നിലതെറ്റി പൊളിച്ച തെറി പറയാണ്. പക്ഷെ ഡോക്ടർ ചിരിച്ചു നിൽക്കുകയാണ്. ഡോക്ടറെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഡോക്ടറുടെ കൂടെയുള്ള കുടുംബക്കാർ നിൽക്കുകയാണ്. ഈ സംഭവം ഞാൻ എന്തിനാ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ പറയാം. ഡോക്ടർക്ക് രോഗിയോട് കോപമുണ്ടോ? ഉണ്ടോ? ഡോക്ടർ രോഗിയുടെ വലത്തേക്കാല് മുറിക്കണത് രോഗിയോട് ശത്രുത ഉണ്ടായിട്ടാ ആണോ? കോപമുണ്ടായിട്ടാണോ? അല്ല. രോഗി ഇനി ഏറ്റവും വലിയ അപകടത്തിൽപ്പെടാൻ പോകുന്നു. ഈ കാല് മുട്ടുവരെ മുറിച്ചാൽ ഇപ്പൊ രക്ഷപ്പെടും, ആ കാലുഭാഗം മാത്രമേ പോവുള്ളൂ. അതാണ് ഡോക്ടറുടെ ചിന്ത. കാരുണ്യമാണ് അത് മുറിച്ചു മാറ്റുന്നതിന് ഡോക്ടറെ പ്രേരിപ്പിച്ചത്. ഈ ഡോക്ടറെ ആരെങ്കിലും കുറ്റം പറയോ? വിവരമുള്ളവരാരെങ്കിലും കുറ്റം പറയോ? ഇല്ല. എങ്കിൽ സഹോദരങ്ങളെ, ആ ഡോക്ടറുടെ സ്ഥാനത്താണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. രോഗികളായ ആളുകൾ എന്ന് പറയുന്നത് വിശ്വാസരംഗത്ത്, ആചാരരംഗത്ത് 60 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം കൊണ്ടു നടന്ന തെറ്റായ വിശ്വാസം, അത് തെറ്റാണെന്നാണ് ഞാൻ പറയാൻ പോണത്. സ്വാഭാവികമായും ഇത്രയും കാലം സ്വീകരിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റാണെന്ന് ഒരാൾ സുപ്രഭാതത്ത് പറയുമ്പോൾ ദേഷ്യം പിടിക്കും ആളുകൾ. പക്ഷെ അടിസ്ഥാനപരമായി അറിയുക,
സ്നേഹിക്കുന്നവർക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. യഥാർത്ഥ സ്നേഹവും അതാണ്. ഇപ്പൊ ഞാൻ കേരളത്തിലെ ഒരു സ്ഥലത്ത് സ്നേഹസംഗമം വെച്ചു. നല്ല നിലയിൽ വേദങ്ങളിൽ ഉള്ളത് മനുഷ്യരൊന്നാകണമെന്ന ആഗ്രഹത്തിൽ കൃത്യമായി മാനവ മൈത്രി എന്താണ്, എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വിശദീകരിച്ചു. അപ്പൊ അവിടെ അറിവില്ലാത്ത ചെറുപ്പക്കാർ, ഇതാണോ സ്നേഹസംഗമം? ഓരോ മതവിശ്വാസികളുടെ വിശ്വാസത്തിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കലാണോ സ്നേഹം? അപ്പൊ അവര് മനസ്സിലാക്കിയ സ്നേഹം എന്താ? കള്ളു കുടിക്കുന്നവർ മോനെ കള്ള് ഷാപ്പിലത്തെ മുഴുവൻ കുടിച്ചോട്ടോ എന്ന് പറഞ്ഞാൽ സ്നേഹായി. പെണ്ണ് പിടിക്കുന്നവനോട് മോനെ ഇപ്പൊ 100 150 പിടിച്ചോട്ടോ എന്ന് പറയലാണ് സ്നേഹം എന്നാണ് അവിടുത്തെ യുവാക്കൾ മനസ്സിലാക്കി. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹസംഗമാണ്. സാധാരണ സ്നേഹസംഗമത്തിൽ എന്ത് പറയാറില്ല? തെറ്റ് ചൂണ്ടിക്കാണിക്കാറില്ല. നമ്മളൊക്കെ ഒന്നാണ് കേട്ടോ എന്ന് പറയും. അതല്ലേ കപടത, അതല്ലേ കാപട്യം. ഒരു ഡോക്ടറെ ക്യാൻസർ രോഗിയുടെ 4 സ്റ്റേജും കഴിഞ്ഞ ഒരു രോഗിയോട് പുകവലിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് സ്നേഹം. അതാ ശരിക്കുള്ള സ്നേഹം. കാരണം അത് രോഗത്തെ അധികരിപ്പിക്കും, വർദ്ധിപ്പിക്കും, കഷ്ടമാകും. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിയാണ്, കുഴപ്പമില്ലട്ടോ എന്ന് പറയലല്ല. എനിക്കിവിടേക്ക് കടന്നു വന്ന അമുസ്ലിങ്ങളോടും മുസ്ലിങ്ങളോടും ഒക്കെ പറയാനുള്ള ഈ ഒരു യാഥാർത്ഥ്യം, ഒരുപാട് വർഷം നമ്മൾ ചെയ്തു പോരുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതാണ് യഥാർത്ഥമായ സ്നേഹം. കാരണം നമ്മുടെ വിശ്വാസം പിഴച്ചു പോവുകയും ആ വിശ്വാസം ഫൗളായി തീരുകയും അതിന്റെ പേരിൽ ദൈവസന്നിധിയിൽ നമ്മൾ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുകയും ചെയ്യുന്നുവെങ്കിൽ അതൊരു അപകടമല്ലേ? അതായത് ഒരു ഹൈന്ദവന്റെ വിശ്വാസം നാളെ ദൈവസന്നിധിയിൽ അയാൾക്ക് എതിരായി തീരുക, ദൈവത്തിന് കോപമുണ്ടാക്കുക. ഒരു മുസ്ലിമിന്റെ പ്രവൃത്തി നാളെ പരലോകത്ത് പടച്ചോൻ ഇഷ്ടമില്ലാത്തതാകുക എങ്കിൽ അത് കഷ്ടമല്ലേ? അപ്പൊ ശരിക്കുള്ള സ്നേഹം എന്താണ്? ഒരു യഥാർത്ഥ കൂട്ടുകാരനെ യഥാർത്ഥമായി തന്റെ സുഹൃത്തിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നമ്മുടെ വിശ്വാസം പെർഫെക്റ്റ് ആണ് എന്നാണോ നമ്മൾ വിചാരിച്ചത്? എങ്കിൽ നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യരെ നാം ഒന്ന്, നമ്മുടെ ദൈവം ഒന്നാണ് കേട്ടോ എന്ന് ഈ വിഷയം തിരഞ്ഞെടുത്ത് അമുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ തലക്കെട്ട് നമ്മൾ സ്വീകരിച്ചത്. 70-75% ഈ നാട്ടിൽ ഇവിടെ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് മൊത്തത്തിൽ പ്രസംഗിക്കുക. കുറച്ചു സമയം ഞാൻ ഇവിടുത്തെ മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം സ്പ്രെഡ് ഉപയോഗിക്കും. ബാക്കിയുള്ള സമയം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ഗൗരവമായ ചില വിഷയങ്ങളും ഈ വിഷയത്തോട് ആഡ് ചെയ്ത് സംസാരിക്കാനാണ് ഈ സന്ദർഭത്തെ ഞാൻ ഫലപ്രദമായി ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുകയും കൃത്യമായ തെളിവുകൾ നിങ്ങൾക്ക് നിരത്തിത്തരും. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ഹൈന്ദവ സമൂഹത്തിലെ ചതുർവേദങ്ങൾ. പിന്നെ വരാനിരിക്കും ഉപനിഷത്തുക്കൾ, 108 അതാണ്. പിന്നെ അതിൽ തന്നെ പദവികളുള്ള 10 ഉപനിഷത്തുക്കൾ, ദശോപനിഷത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെയുള്ളത് ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് അടങ്ങുന്ന ബൈബിൾ സമാഹാരമാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. തെൽമൂദും സെന്നവസും വേദഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനമാണ്. സാന്ദർഭികമായ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റോഡരികിലും പരിസരങ്ങളിലും ഒക്കെ നിന്ന് ഈ പ്രസംഗം കേൾക്കുന്നവരുണ്ട്. നമ്മൾ തമ്മിൽ അകലൊന്നുമില്ല. ഇവിടെ ഇട്ടിരിക്കുന്ന കസേരകളിൽ ഇനിയും ചില കസേരകൾ ഒഴിവുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള അത്രയും കേൾക്കാം. ഇരുന്ന് കേട്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് കൃത്യമായി ഗ്രഹിക്കാൻ കഴിയും. മറ്റേ അലസമായിരിക്കും. അങ്ങാടിയിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അതൊക്കെ നമുക്ക് തടസ്സമാണ്. ഇവിടേക്ക് കയറിയിരുന്ന് നമുക്കതിന് സാധിക്കണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ. ഇപ്പൊ സിനിമ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരു നേട്ടവും സിനിമ കൊണ്ട് ലോകത്തും മനുഷ്യർക്കില്ല. മനുഷ്യരുടെ സംസ്കാരം സിനിമ കൊണ്ട് നശിച്ചുപോകും. മനുഷ്യരുടെ ബന്ധങ്ങൾ സിനിമ കൊണ്ട് നശിച്ചുപോകും. പുരുഷന്മാരും പെൺകുട്ടികളും ഒക്കെ കേടുവന്നു. എന്നാ പോലും നമ്മൾ എന്താ ചെയ്യല്? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ സിനിമാ തിയേറ്ററിൽ ക്യൂ നിൽക്കും. അവരെല്ലാവരും സിനിമാ തിയേറ്ററിൽ പോയി സിനിമയും കാണും. തെറ്റാണ്. എന്നാലും ജാതിയും മതവും മറന്ന് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ചിരിക്കും.
കള്ളിഷാപ്പിന്റെ മുമ്പിൽ നോക്കിയേ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉണ്ട്, വൻ ക്യൂ ആണ്, നല്ല ഐക്യമാണ്. അവിടെ ഭയങ്കര സ്വരച്ചർച്ച. മാധവ അനക്ക് ഞാൻ വാങ്ങിത്തരാം, ഇവിടെ അല്ലേ? ഉണ്ണികൃഷ്ണൻ വയ്യിൽ നിൽക്കുന്നുണ്ട്, ബഷീർ പറ ടിക്കറ്റ് ഞാൻ എടുത്തരാം, കാശിങ് എന്നേക്ക് കയറി സിനിമ തിയേറ്ററിൽ, അല്ലേ അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ സിനിമയിൽ ഭയങ്കര ഐക്യമാണ്. വേശ്യാലയത്തിൽ ചെന്നാലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നല്ല ഐക്യത്തിലാണ്, ഒരു പ്രശ്നമില്ല. എന്നാൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സദസ്സിലേക്ക് അത് മുസ്ലിമീങ്ങളുടേതാണ്, അവിടെ നമ്മൾ പോണ്ടതില്ല. അത് ഹൈന്ദവരുടേതാണ്, അവിടെ നമ്മൾ പോണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അത് മാറ്റിയെടുക്കാനും കൂടിയാണ് മനുഷ്യരെ നാം ഒന്ന്, നമ്മുടെ ദൈവമൊന്ന് എന്ന സന്ദേശം നമ്മളിവിടെ പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഗുരുവായൂരിൽ ഇപ്പോ ഗുരുവായൂരിൽ പോലും, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോ അവിടെ ഇലത്താളം കൊട്ടണ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാള്, അയാളാണ് ആ ക്ഷേത്രത്തിലെ ഇലത്താളം കൊട്ടുന്നത്, അത് ഉപയോഗിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും. അയാള് താഴ്ന്ന ജാതിക്കാരനാണ് എന്ന് പറഞ്ഞ് അയാളെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി. ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ പന്തല് കെട്ടി BJP അതുപോലെ DYFI ഒക്കെ തുടങ്ങിയ ആളുകൾ സമരം ചെയ്യുകയാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജഡ്ജിയെ കൊണ്ട് ആ വിഷയം അന്വേഷിക്കാനും ഒക്കെ തീരുമാനമായി. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. താഴ്ന്ന ജാതിക്കാരനായി പോയി എന്നതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഹൈന്ദവ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ അനുഭവിച്ചു പോന്നിട്ടുണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത്. ഈ രാജ്യത്തിന്റെ കഴിഞ്ഞകാല അവസ്ഥാവിശേഷങ്ങളെ അപഗ്രഥനാത്മക സ്വഭാവത്തോടെ, ചരിത്രത്തിന്റെ പിന്തുണയോടെ ഗഹനമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയാൽ ജാതീയത ഇന്നും, അതാണല്ലോ ഇത് തെളിയിക്കുന്നത്, ജാതീയത വലിയൊരു ദുരന്തമാണ്. ഓരോരുത്തരെയും വ്യത്യസ്ത ജാതികളായി തിരിച്ച ഈ തിന്മ എന്തുകൊണ്ട് നമ്മൾ ഗൗരവമായി പഠിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാം മനുഷ്യരോട് പറയുന്നത്, ഏറെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. എന്താണ് ഖുർആൻ? മുസ്ലിങ്ങൾക്ക് തന്നെ അറിയില്ല. ആരാണ് പ്രവാചകൻ? മുസ്ലിങ്ങൾക്ക് തന്നെ അറിയില്ല. ഒരു ഉദാഹരണം പറയാം. ഒരച്ഛൻ മക്കളോട് പറയാണ്, മക്കളെ, എന്റെ കാലശേഷം ഞാൻ ഈ നൽകിയ വഴി, ഈ ഊടുവഴി, എന്റെ പറമ്പിലൂടെ തൊട്ടപ്പുറത്ത് 50 വീടുകളിലേക്കുള്ള ഈ വഴി ഒരു കാരണവശാലും നിങ്ങൾ ബ്ലോക്കാക്കരുത്. അച്ഛന്റെ മരണശേഷവും നിങ്ങൾ ബ്ലോക്കാക്കരുത്. അച്ഛനെ അനുസരിക്കുന്ന മക്കളാണെങ്കിൽ ഈ വഴി ഒരു കാരണവശാലും നിങ്ങൾ ബ്ലോക്കാക്കരുത്, നിങ്ങൾക്ക് ചേർന്നതല്ല, നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയണെന്ന് വിചാരിച്ചോ? സ്വാഭാവികമായും ആ അച്ഛനെ അനുസരിക്കുന്ന മക്കളാണല്ലോ ആര്? അച്ഛന്റെ കൽപ്പനയെ അനുസരിച്ച് ജീവിക്കുന്ന ശരിക്കുള്ള മക്കൾ അവിടെയാണല്ലോ, അല്ലേ? അവരാണല്ലോ. നേരെ മറിച്ച് അച്ഛൻ മരിച്ചപ്പോ തന്നെ അച്ഛനെ ലംഘിച്ച ആ വഴി ബ്ലോക്കാക്കിയാലോ? അവർക്ക് അച്ഛനോട് സ്നേഹമുണ്ടോ? ഉണ്ടെന്ന് ആരെങ്കിലും പറയൂ? ഇല്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഥവാ മുഹമ്മദ് നബി, ആ പ്രവാചകൻ പറയാണ്, ഇമാതത്തുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീക്കലാണ് ഈമാൻ, വിശ്വാസം. ഒരു യഥാർത്ഥ മുസ്ലിം വഴി ബ്ലോക്ക് ചെയ്യൂല. വഴി മീൻസ് ഏത് വഴിയും, പെരുവഴി, ഊടുവഴി, ചെറിയ നടപ്പാതകൾ, ഫുട്പാത്തുകൾ, ഹൈവേ, നാഷണൽ ഹൈവേ, റോഡുകൾ, ഗതാഗത സൗകര്യങ്ങൾ, അതൊരു കാരണവശാലും ഒരു മുസ്ലിമാണോ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. റോഡ് ബ്ലോക്കാക്കുക, എന്നിട്ട് വാഹനങ്ങളൊക്കെ മണിക്കൂറുകളോളം നിർത്തിയിടുക, ഇത് ഇസ്ലാം ശക്തമായി എതിർക്കുന്നു, പ്രവാചകൻ ശക്തമായി എതിർക്കുന്നു. എന്നിട്ടും പ്രവാചകന്റെ പേരിൽ മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം നബിദിനത്തിന്റെ പേര് പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നു? റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. ഇത് കാണുന്നവരെന്താ വിചാരിക്കുക? പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യമാണ് ഈ ചെയ്യണത്. അല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാചകൻ പറഞ്ഞത് വഴി ബ്ലോക്ക് ചെയ്യരുത് എന്നാണ്. വഴി ഒരു കാരണവശാലും ബ്ലോക്ക് ആക്കരുത് എന്നാണ്. ഒന്നുകൂടെ ലളിതവൽക്കരിച്ചു പറയാം. എന്റെ വീട്ടിൽ ഒരു നല്ല പ്ലാവ്, ആ പ്ലാവ് സുമതി ഏച്ചിയുടെ നടയിലേക്ക്, അല്ലെങ്കിൽ ഭാസ്കരൻ നായരുടെ നടയിലേക്ക്, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ബാബുവേട്ടന്റെ നടയിലേക്ക് എന്റെ പറമ്പിൽ നിന്ന് ഒരു പ്ലാവ് ചരിഞ്ഞു നിൽക്കുന്നു.
അപ്പൊ അവർക്ക് അതുവഴി പോകാനും ലഗേജ് കൊണ്ടുപോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അവരുടെ നടയിലേക്ക് വണ്ടി കയറണമെങ്കിൽ ഈ പ്ലാവിന്റെ കൊമ്പ് തട്ടിയിട്ട് പ്രയാസം. എങ്കിൽ ഇസ്ലാം പറഞ്ഞ എന്താ? ആ പ്ലാവ് മുറിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അപ്പൊ അയൽവാസിയായ സുമതി ചേച്ചിക്ക് എന്റെ വീട്ടിലെ മരം പോലും ശല്യമാകാൻ പാടില്ല. എങ്കിൽ നിങ്ങൾ പറയൂ, ഫ്രീഡം പരേഡിന് പോപ്പുലർ ഫണ്ടുകാർ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതും അതാണോ? അല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ മുസ്ലിങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് ശരിയാണോ? അല്ല. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് ശരിയാണോ? അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അയാൾക്ക് പ്രവാചക സ്നേഹം ഇല്ല എന്നൊരു പക്ഷേ ആ വിഷയത്തിൽ അറിവില്ലാത്ത ആളുകൾ വിചാരിച്ചേക്കാം. പ്രവാചകൻ പറഞ്ഞത് എന്താണ്? വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിലാണ് ആ വാചകം വന്നത്. അൽ ഈമാനു ബിളുൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ 70-ൽ പരം ശാഖകൾ ചേർന്നതാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ 70-ൽ പരം ശാഖകൾ ചേർന്നതാണ്. ഫളലുഹ, അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയാണ്. വഅദിനാഹ ഇമാതത്തുൽ അദാനി ത്വരീഖി സദഖ. വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീക്കലാണ് വിശ്വാസം. അവർ യഥാർത്ഥ മുസ്ലിം നബിദിന റാലിയിൽ പങ്കെടുക്കില്ല. ഇല്ല. നബീനെ ശരിക്ക് സ്നേഹിക്കുന്ന ഒരു വിശ്വാസി മുസ്ലിങ്ങളിൽ അവൻ ഒരു കാരണവശാലും റോഡ് ബ്ലോക്ക് ചെയ്യുന്ന നബിദിന റാലിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ ഒരു കാരണവശാലും അവൻ പങ്കാളിയാവുകയില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചെയ്യാത്തത്. ശരിക്കും പ്രവാചകൻ പറഞ്ഞു വഴിമുടക്കരുത്, ഞങ്ങളതനുസരിച്ചു. മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം അതനുസരിച്ചില്ല. അപ്പൊ ഇവിടെ എവിടെയാണ് പ്രശ്നം? പ്രശ്നം യഥാർത്ഥ മതം നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സ്ത്രീകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. സതി സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. സതി സമ്പ്രദായം എങ്ങനെ ഉണ്ടായി? ഹൈന്ദവ സമൂഹത്തിലെ സതി സമ്പ്രദായത്തിന്റെ കാരണം ഒരു ശ്ലോകത്തിൽ പുരോഹിതന്മാർ നടത്തിയ തട്ടിപ്പായിരുന്നു. എന്താ കാരണം? ഇപ്പൊ ഭർത്താവ് മരിച്ചാല് ഭാര്യ ചിതയിൽ ചാടി മരിക്കണം എന്നാ പറയും. ഭാര്യ എന്താവണം? ചിതയിൽ ചാടി മരിക്കണം. അതാണല്ലോ സതി സമ്പ്രദായം. രാജാറാം മോഹൻ റോയിയുടെ ജ്യേഷ്ഠൻ മരിച്ചു. രാജാറാം മോഹൻ റോയിയുടെ ജ്യേഷ്ഠൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പുരോഹിതന്മാര് ചിതയിൽ ചാടാൻ പറഞ്ഞു. പുരോഹിതന്മാര് ചിതയിൽ ചാടാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അനുവദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ശരിയല്ലേ ചേച്ചി, ഭർത്താവ് മരിച്ചു എന്നുള്ളതുകൊണ്ട് എന്തിനാ പെണ്ണ് തീ ചാടുന്നത്? അവളെന്തിനാ ആത്മഹൂതി ചെയ്യണത്? അവിടെ ശരീരം നിലക്കട്ടെ, അവൾ നിലനിൽക്കട്ടെ എന്ന് രാജാറാം മോഹൻ റോയ് പറഞ്ഞു. ശരിക്കും എന്തായിരുന്നു സതി സമ്പ്രദായത്തിന്റെ കാരണം? എന്തായിരുന്നു? അതായത് ഭർത്താവിന്റെ സ്വത്തിൽ സ്ത്രീക്ക് അവകാശമുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചാല് ഭർത്താവിന്റെ സ്വത്തിൽ ഭാര്യക്ക് അവകാശമുണ്ട്. അത് ഇല്ലായ്മ ചെയ്യാൻ, അതായത് ഞാനാ മരിക്കണമെങ്കിൽ എന്റെ ഭാര്യക്ക് എന്റെ സ്വത്ത് കിട്ടരുത്, എന്റെ കുടുംബക്കാർക്ക് എന്നെ ആ സ്വത്ത് എടുക്കണം. അതിനവർ ചെയ്തത് എന്താ? ഒരു പുരോഹിതനെ കൂട്ടുപിടിച്ച് മതം ഇതാണ് എന്ന് പഠിപ്പിച്ചു. ഏതാണ് എന്ന്? ഭർത്താവ് മരിച്ച പെണ്ണ് ഭർത്താവിനോടുള്ള സ്നേഹം കാരണത്താൽ അവൾ ചിതയിൽ ആത്മഹൂതി ചെയ്യണം. അതാണ് സതിസമ്പ്രദായം. അതെങ്ങനെ ഉണ്ടായി? അതായത് ഇപ്പൊ ഞാനാ മരിക്കണമെങ്കിൽ എന്റെ ഭാര്യക്ക് എന്റെ സ്വത്തിൽ അവകാശമുണ്ട്, അതവൾക്ക് കിട്ടരുത്, അത് എന്റെ കുടുംബക്കാർക്ക് തന്നെ കിട്ടണം. അതിനവരെന്ത് ചെയ്തു? ഈ പെണ്ണ് ജീവിച്ചിരുന്നാ കൊടുക്കണല്ലോ, അതുകൊണ്ട് അവള് ജീവിക്കരുത്, അവള് ചിതയിൽ ചാടി മരിക്കണം എന്നൊരു മതനിയമം ഉണ്ടാക്കണം. അങ്ങനെയാണ് സതിസമ്പ്രദായം ഉണ്ടായത്. അതിനവരെന്താ ചെയ്തത്? അത് ഞാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞുതരാം. അഗ്രേ തദ്ഗച്ഛതി ഭവതി, അഗ്രേ തദ്ഗച്ഛതി ഭവതി, അല്ലയോ ഭവതി, അല്ലയോ ഭവതി, ഭർത്താവ് മരിച്ചാലും നീ മുന്നോട്ട് പോയിക്കൊള്ളൂ, ജീവിച്ചു കൊള്ളൂ എന്നതാണ് ആ വാചകം. അഗ്രേ എന്ന് പറഞ്ഞാൽ ഗമിച്ചുകൊള്ളൂ. അഗ്രേ തദ്ഗച്ഛതി ഭവതി, അല്ലയോ ഭവതി, ഭർത്താവ് മരിച്ചാലും നീ ജീവിച്ചുകൊള്ളൂ എന്നായിരുന്നു ശ്ലോകം. അതിനെങ്ങനെ മാറ്റി? ഈ വീട്ടുകാരും പുരോഹിതന്മാരും ചേർന്ന് അതിനെ എങ്ങനെ മാറ്റി? അതായത് പെണ്ണിന് സ്വത്ത് കിട്ടരുത്, പെണ്ണ് മരിക്കണം. അതിനവർ ആ ശ്ലോകത്തിനൊരൊറ്റ അക്ഷരത്തിനാ വ്യത്യാസം വരുത്തി. ഒരേ ഒരു അക്ഷരം മാറിയപ്പോ എന്തായി? ആശയം തന്നെ മാറി. ജീവിക്കുക എന്നുള്ളത് മരിക്കുക എന്നായി. അതെങ്ങനെയാ മാറ്റിയത്? അഗ്രേ തദ്ഗച്ഛതി ഭവതി എന്നാണല്ലോ ഉണ്ടായിരുന്നത്. അത് മാറ്റി അഗ്നേ തദ്ഗച്ഛതി ഭവതി, അഗ്നേ തദ്ഗച്ഛതി ഭവതി, ഭവതി അഗ്നിയിലേക്ക് ചാടിക്കൊള്ളൂ. അഗ്ര എന്നത് മാറ്റി
വിഘ്ന എന്നാക്കി മാറ്റി. അപ്പൊ എന്തായി? അഗ്നേ തദ്ഗച്ഛതി ഭവതി, അല്ലയോ പമ്പർന്നോളെ ഭർത്താവ് മരിച്ച ചിതയിലേക്ക് ചാടിക്കോ എന്നാക്കി മാറ്റി. അപ്പൊ ആശയം മാറി, ജീവിക്കാന്നുള്ള ആശയം മാറി, മരിക്കാന്നുള്ള ആശയമായി. അറബിയില് ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നാണ്. ഫർജി എന്ന് പറഞ്ഞാലോ ഒറ്റ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ഗുഹ്യസ്ഥാനം എന്നാണ്. ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം, ഫർജി എന്ന് പറഞ്ഞാലോ ഗുഹ്യസ്ഥാനം. അല്ലെ, വ്യത്യാസം വന്നു. അപ്പൊ ഈ വ്യത്യാസമാണ്. ഇനി ഒന്നുകൂടെ ചിന്തിച്ചോ. സുമതി ചേച്ചി രമ എന്ന മകളെ വളർത്തി, കണ്ണിലെ എണ്ണ ഒഴിച്ച അവളെ വളർത്തിയത്. ഒറ്റ മോളേയുള്ളൂ, ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, ഒറ്റ മോളേയുള്ളൂ. അച്ഛന്റെ കണ്ണിലെ കൃഷ്ണമണിയായിരുന്നു രമ. അങ്ങനെ രമയെ വളർത്തി. 18ാമത്തെ വയസ്സിൽ പിതാ രക്ഷിതി കൗമാരെ ഭർത്രോ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്തവിരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതിയിലാണ്, 8ാം അധ്യായമാണ്. അതിൽ പറയുന്നത് എന്താണ്? പിതാവിന്റെ സംരക്ഷണത്തിലാണ് ഒരു മകള് കഴിയുക, പിന്നെ ഭർത്താവിന്റെ സംരക്ഷണത്തിൽ യൗവനത്തില്. അങ്ങനെ ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 18 വയസ്സുള്ള രമയെ ഭർത്താവിനെ ഏൽപ്പിച്ചു. മുഹൂർത്തമൊക്കെ കഴിഞ്ഞു. അവർ കാറിൽ ഇങ്ങനെ പോണതിനിടയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. പറ്റാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ, ആക്സിഡന്റ് ഉണ്ടായി. രമയുടെ ഭർത്താവ് അന്ന് തന്നെ മരിച്ചു. സത്യത്തിൽ സതിസമ്പ്രദായം മതമായിരുന്നെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക? 18 വയസ്സ് വരെ കണ്ണിലുണ്ണിയായ ആറ്റുനോട്ട് വളർത്തിയ മകൾ ആ ഭർത്താവിന്റെ ചിതയിൽ അന്ന് ചാടി മരിച്ചോളണം. ആലോചിക്കണേ, അന്ന് ചാടി മരിക്കണം അല്ലേ? സതിസമ്പ്രദായം മതമായിരുന്നെങ്കിൽ അവർ ചെയ്യണ്ടേ? ചെയ്യണം. അവിടെയാണ് പൗരോഹിത്യം നമ്മളെ തെറ്റിച്ചു കൊണ്ടുപോയത്. ബിംബാരാധന ഹിന്ദുമതത്തിലുള്ളതാണോ? അല്ലേ അല്ല എന്ന് ഞാൻ പറയണം. ഞാൻ പറയാൻ മാത്രമല്ല, ഞാൻ തെളിവുകൾ ഉദ്ധരിക്കും. നിങ്ങൾക്ക് പഠിക്കാം. കല്ലിനെ ആരാധിക്കാൻ പാടുണ്ടോ ഹിന്ദുമതത്തിൽ? പാടില്ല. പാമ്പിനെ ആരാധിക്കാൻ പാടുണ്ടോ ഹിന്ദുമതത്തിൽ? പാടില്ല. സനാതനധർമ്മം വേദാന്തി, ആ വേദാന്തിക്ക് ബിംബാരാധന പാടുണ്ടോ? പാടില്ല. മാലാകമാരെ ആരാധിക്കാൻ പാടുണ്ടോ? പാടില്ല. ദേവിയെ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. ദേവനെ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇല്ല എന്ന് ഞാൻ പറയുമ്പോ എന്താ എനിക്ക് ഇത്ര ധൈര്യം? പഠിച്ചിട്ടുള്ള ധൈര്യം, മനസ്സിലാക്കിയിട്ടുള്ള ധൈര്യമാണ്, അറിഞ്ഞിട്ടുള്ള ധൈര്യമാണ്. നമ്മൾ തെറ്റിക്കപ്പെട്ടു പോയി. ആരാണ് സാക്ഷാൽ പ്രപഞ്ചനാഥൻ? ഇന്നും നമുക്ക് വല്ല നിശ്ചയമുണ്ടോ? ഇന്നും നമുക്ക് നിശ്ചയമുണ്ടോ ആരെ ആരാധിക്കേണ്ടത്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഈ നമ്മുടെ ഈ പ്രദേശം, തൊഴിയൂർ പ്രദേശം, ഇതിന്റെ ചുറ്റുവട്ടത്ത് തന്നെ 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഹൈന്ദവ സഹോദരങ്ങളിൽ തന്നെ വ്യത്യസ്ത ദൈവങ്ങളായിരിക്കും ഉണ്ടാവുക, ആരാധനാമൂർത്തികൾ ഉണ്ടാവുക. ഇപ്പൊ തിരുവനന്തപുരം ആറ്റുകൽ അമ്മ, ആ അമ്മയെ കാസർഗോട്ടുകാർക്ക് പരിചയം ഉണ്ടാവില്ല. പിശാരിക്കാവിൽ അമ്മയെ ലോകത്തിന്റെ മറ്റുഭാഗത്തുള്ള ഹൈന്ദവർക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഗുരുവായൂരപ്പനെ കർണാടകക്കാർക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഹൈദരാബാദുകാർക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാശ്മീരിലെ ഹൈന്ദവർക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. നേപ്പാളിലെ ഹിന്ദുക്കൾക്ക് പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മുടെ നാട് ഉള്ളാലന്തങ്ങൾ, മമ്പറന്തങ്ങൾ, മനുമ്പത്തി ബീവി, തിരുവത്തി ദേവി, അതൊക്കെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന അവരുടേതായ മാത്രം ദൈവങ്ങളാണ് അല്ലേ? സർവശക്തനായ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സർവാധിപതിയില്ലേ? സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയാണ് ഈ ഭൂമിയുടെ സഞ്ചാരം. നമ്മൾ ഈ നല്ല ടൈലൊട്ടിച്ച് അല്ലെങ്കിൽ നല്ല കല്ലുകൾ പാകി ഈ മനോഹരമായ ഈ ഓഡിറ്റോറിയം ഉണ്ടല്ലോ, ഈ ഓപ്പൺ ഓഡിറ്റോറിയം, ഈ ബിൽഡിങ്ങുകളോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഈ സ്ഥലം, ഈ ഭൂമി, ഇത് കറങ്ങാണ്. ഈ സ്റ്റേജും ഞാനും നിങ്ങളും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയണ്ടോ, സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഈ ഭൂമി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഗോളങ്ങളൊക്കെ സഞ്ചരിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും അറിയുന്നുണ്ടോ അത്? ഇല്ല. അത് നിയന്ത്രിക്കുന്നത് ആരാ? ശ്രീരാമനാണോ? അല്ല. യേശു ക്രിസ്തുവാണോ? അല്ലേ അല്ല. കാരണം അവര് ജനിക്കുന്നതിന് മുമ്പും സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. അവര് ജനിക്കുന്നതിന് മുമ്പും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ജനിക്കുന്നതിന് മുമ്പും രാവും പകലും ഉണ്ടായിട്ടുണ്ട്. അവർ ജനിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സുഹൃത്തുക്കളെ, അതിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് ആ സംഹാര ശക്തി ആരാ? അവനാണ് ദീദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഇതുവാൻ, വേദകോൺ, ഓം എന്ന് പറയുന്ന സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ.
അല്ലേ? അവനെയാണ് മനുഷ്യർ ആരാധിക്കേണ്ടത് എന്നാണ് ഇസ്ലാം ലോകത്തോട് പറയും. ഇസ്ലാം പറയുന്നത് സൂര്യനെ അല്ല, ചന്ദ്രനെ അല്ല, നക്ഷത്രങ്ങളെ അല്ല. നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ആകാശമേലാപ്പിനെയും ഭൂമിയെയും സാഗരങ്ങളെയും കാട്ടാറുകളെയും കാനനങ്ങളെയും പുഷ്പങ്ങളെയും ഭക്ഷണവും എന്ന് വേണ്ട എന്തും ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്ന പ്രപഞ്ചത്തിന്റെ നാഥനെ, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. കണ്ടോ? ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? മാധവി ചേച്ചിയെ, ശ്രീദേവിയെ, ജോർജിനെ, ഏലിയമ്മയെ, സാറാമ്മയെ, അബ്ദുൽ ഖാദറിനെ ഒക്കെ സൃഷ്ടിച്ചത് ലോകത്തിന്റെ ഒരേ ഒരു നാഥൻ. ഇതെന്തൊരു ഉത്തമമായ വിശ്വാസമാണ് അല്ലേ? മാധവി ചേച്ചിയെ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കും. നമ്മൾ പറയും നമ്മളൊക്കെ ജ്യേഷ്ഠാനുജന്മാരും കുടുംബക്കാരും ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളുമാണ്, ഒന്നാണ്, ഒരു സിട്ടാവിന്റെ അടിമകളാണ്. നമ്മുടെ ദൈവം ഒന്നാണ്, വ്യത്യസ്തരില്ല. നമ്മൾ ദൈവങ്ങളുടെ പേരിൽ തല്ലേണ്ടതില്ല, തമ്മിൽ കഴുത്തിറക്കേണ്ടതില്ല, ബാബരി മസ്ജിദ് ഇഷ്യൂസ് വേണ്ട, പരസ്പരമുള്ള സംഘടനകൾ വേണ്ട. നമ്മൾ ഒന്നാണ്. സൂര്യൻ ദൈവം നമുക്ക് നൽകിയതാണ്, ചന്ദ്രൻ അതിന്റെ നിലാവലകൾ ദൈവം നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് അവനെയാണ് ആരാധിക്കേണ്ടത്. ദൈവവിശ്വാസ രംഗത്ത് എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ നാടുകളിൽ. കറുത്തൊരു പൂച്ച വാഹനം ക്രോസ് ചെയ്തു നീറി വേണ്ട. മാധവി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് മകൻ സുരേഷ്, അല്ലെങ്കിൽ ആമിനക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് മകൻ ബഷീർ ആ ഇടവഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കരിമ്പൂച്ച ക്രോസ് ചെയ്താലോ അപശകുനം തിരിച്ചു പോരുകയാണ്. എന്തൊരു വലിയ അന്ധവിശ്വാസമാണിത്. ആളുകൾ തിരിച്ചു പോരുക. ഞങ്ങളുടെ ഒക്കെ ഒരവസ്ഥ എന്താ? കരിമ്പൂച്ചയല്ല, കറുത്ത പുലി ഓടിയ പോലും വെച്ച കാല് പുറകോട്ട് വെക്കുവോ? നമ്മളിവിടെ ഒരു പൂച്ചക്ക് കുറുകെ പോയിക്കൂടാന്ന് പറഞ്ഞാൽ, ഒരു പൂച്ചക്ക് കുറുകെ പോയിക്കൂടാ. അപ്പോഴേക്ക് മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി തിരിച്ചു പോരുകയാണ്. ഈ പൂച്ചക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പുറത്ത് നിന്ന് മാധവിയമ്മ മീൻ മുറിക്കണ്ടേ ഇവിടെ അറിയാൻ കഴിയും. അതിന് പോയതാണ്. ആ മതിലയുടെ കയറി ചെന്നിട്ട് അപ്പുറത്ത് മീൻ മുറിക്കണ്ടേ എന്നുള്ളത് മനസ്സിലായപ്പോ അങ്ങോട്ട് ചെന്ന ആ പൂച്ചക്ക് കറുത്തുപോയി എന്നുള്ള പൂച്ചന്റെ കുഴപ്പ. മാധവി ചേച്ചിയോ ബഷീറോ ആയിഷയോ ആമിനയോ തൊലി കറുത്തുപോയി എന്നുള്ള ഓല ഗതികടാ. അപ്പൊ കറുത്ത മനുഷ്യൻ ക്രോസ് ചെയ്താലോ? എട്ടും പൊട്ടും തിരിയാത്ത പൂച്ച എന്ത് വെച്ച്? ഇനി ഇതിലൊരു അഭിപ്രായം എന്നറിയോ? വലിയ ആചാനുഭാഗമായ ഒരു മനുഷ്യൻ കറുത്ത പൂച്ച ക്രോസ് ചെയ്തപ്പോ തിരിച്ചു പോന്നെന്ന് പൂച്ച അറിഞ്ഞ പൂച്ച ചിരിക്കൂലേ? ഈ ദുർബലനായ എന്നെ കണ്ടിട്ട് ചെങ്ങൈമാര് തിരിച്ചു പോന്ന് അല്ല? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഒരു കറുത്ത പൂച്ചക്ക് അങ്ങോട്ട് പോയിക്കൂടാന്നോ? എന്തൊരു അന്ധവിശ്വാസം. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പക്ഷി ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ആളുകൾ ഇന്ന് ആരോ മരിക്കാനുണ്ട്, ഒരു പക്ഷിക്ക് ശബ്ദം ഉണ്ടായിക്കൂടാന്നോ? അന്ധവിശ്വാസമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ആലപ്പുഴ ജില്ലയിൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നടന്നൊരു സംഭവം. എന്തുണ്ടായത് അവിടെ? ആലപ്പുഴ ജില്ലയിലെ ഒരു ഹിന്ദു കുടുംബത്തിൽ ഒരു പയ്യൻ ജനിച്ചു. ഒരു ചെറിയ പയ്യൻ ജനിച്ചപ്പോ തന്നെ അവന് പല്ലുണ്ട്. പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചതാണ്. ജനിച്ചപ്പോ തന്നെ പല്ലുണ്ടായപ്പോ ജോത്സ്യന് മിണുങ്ങാൻ ഒരു ചാൻസ് കിട്ടിയാണ്. എനിക്ക് പ്രിയപ്പെട്ട ഹൈന്ദവരോട് പറയാനുള്ള, ജോത്സ്യന്മാര് നിങ്ങളെ ചതിച്ച ചതിയന്മാരാണ്. എടോ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ തങ്ങന്മാര്, ബീവിമാര്, ഭാവി പറയുന്ന ഒരു കൈനോട്ടക്കാര് ഒക്കെ നിങ്ങളെ ചതിക്കുക ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനത് വിശദീകരിച്ചിരുന്നുണ്ട്. ഒന്നാമതായി നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്? ജന്മനാ പല്ലുണ്ടായി ഒരു ആൺകുട്ടിക്ക്. അപ്പൊ ജോത്സ്യം പറഞ്ഞത്രേ, ജന്മനാ പല്ലുണ്ടായാല് ആ കുട്ടി നിന്റെ ഘാതകനാണ്. ആ കുഞ്ഞുണ്ടല്ലോ, ആ അസത്ത് അമ്പിത്ത് എന്റെ ഘാതകനാണ്, വെച്ചേക്കരുത് കയറുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതിന് എന്താ പരിഹാരം? അതിന് കുറെ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. 10-40 ഉറുപ്പ്യാവും, 40,000 രൂപയാവും പറഞ്ഞത്. അപ്പോഴാണ് ഈ അച്ഛൻ വിചാരിച്ച കാട്രായി അടിക്കാൻ തന്നെ പൈസ തികയുന്നില്ല. കാട്രായി മനസ്സിലായില്ല, കള്ള്. അത് കുടിക്കാൻ തന്നെ അച്ഛന് പണം തികയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് വിചാരിച്ചു? ഈ ജന്തു ഏതായാലും വളരണ്ടാന്ന് 2 കാലും പിടിച്ച് തറക്കൊരൊറ്റടി എടുക്കും. അടിച്ചെടുക്കൊന്നു. കേസായി. ജോത്സ്യനെ പോലീസ് തേടി കിടന്നു. ജോത്സ്യൻ ഒളിവിൽ. ഞാൻ വളരെ മനസ്സ് തട്ടുന്ന ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ക്ഷേത്രത്തിലെ പൂജാരി പൂജാകർമ്മം ചെയ്തപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് വാർത്തകൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഇല്ല. പള്ളിയിൽ നേതൃത്വം നൽകിയ ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഉണ്ടാവൂല. നേരെ മറിച്ച് മതത്തിന്റെ മറവിൽ ജോത്സ്യപ്പണി എടുത്തവനെ പോലീസ് അറസ്റ്റ്. കാരണം ജോത്സ്യപ്പണി മതമല്ല, അതുകൊണ്ടാണ് അറസ്റ്റ് വന്നത്. മന്ത്രവാദി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പോലീസ് അറസ്റ്റിൽ. നേരെ മറിച്ച് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ സുന്നി പള്ളിയിൽ നിസ്കരിച്ചു എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യോ? കാരണം അത് മതാണ്, ആരുടെ മുമ്പിൽ അവതരിപ്പിക്കാവുന്നതാണ്. മറ്റേത് ചൂഷണമാണ്. ചൂഷണമാകുമ്പോ ആളുകൾ പിടിക്കും. സത്യത്തിൽ ജനിച്ചപ്പോ തന്നെ കുട്ടിക്ക് പല്ലുണ്ടായത് എന്തുകൊണ്ടാ? അപശകുനൊന്നല്ല അത്.
അപശകനൊപ്പം. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെ പോകുമ്പോ ഒരു സ്ത്രീ വേഷം ധരിച്ച സ്ത്രീയാണ്, പക്ഷെ താടിയുണ്ട്, മീശയുണ്ട്. എന്താ ഒരു പെണ്ണിന് താടി മീശയും? അപ്പൊ എന്താ പ്രശ്നം? ഒന്നുമില്ല, പുരുഷ ഹോർമോൺ ആ സ്ത്രീയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അളവ് കൂടുതലാണ്, അതുകൊണ്ട് മീശ മുളച്ചു. എവിടെ പല്ലുണ്ടായത് എന്തുകൊണ്ടാണ്? പല്ലുണ്ടാകാനുള്ള അനുകൂലനം കുട്ടിയിൽ അഡ്വാൻസായി വർക്ക് ചെയ്തു, അതുകൊണ്ടാ കുഞ്ഞിന് പല്ലുണ്ടായത്. ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ പല്ലുണ്ടാകാനുള്ള അനുകൂലനം കുട്ടിക്കുണ്ടായി, അതുകൊണ്ടാണ് കുട്ടിക്ക് പല്ലുണ്ടായത്. ഞാൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഡെന്റൽ വിദഗ്ധൻ തിരുവനന്തപുരത്ത്, ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു ചോദിച്ചു, സാർ, സാധാരണഗതിയിൽ കുട്ടികൾ സയന്റിഫിക്കായി കുട്ടികൾക്ക് ജന്മനാ പല്ലുണ്ടാവില്ല, എന്നാൽ ശാസ്ത്രം ജന്മനാ പല്ലുണ്ടാകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. പല്ലുണ്ടാകാനുള്ള അനുകൂലനം ചിലരിലെങ്കിലും നേരത്തെ ഉണ്ടാവില്ലേ സാർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, നിങ്ങളുടെ നിഗമനം ശരിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 96% ആളുകൾക്കും ജന്മനാ പല്ലുണ്ടാവില്ല, 4% ആളുകൾക്ക് പല്ലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, ശാസ്ത്രം അതിനെ തള്ളിയിട്ടില്ല. അത്രേ ഉള്ളൂ. അച്ഛന്റെ ഘാതകനല്ല, അന്ധവിശ്വാസമാണ് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ്. ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് സുരക്ഷിതമായ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണം. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ചില ആളുകൾ ഗുരുവായൂരപ്പന്റെ ഭക്തരായിരിക്കും, ചില ആളുകൾ പിശാരിക്കാവിലമ്മയുടെ ഭക്തയായിരിക്കും, ഭഗവതി ക്ഷേത്രത്തിലായിരിക്കും ചില ആളുകൾ, തരും ശിവക്ഷേത്രത്തിലായിരിക്കും ചിലര്, പാർവതി ക്ഷേത്രത്തിലായിരിക്കും ചിലര്. ചിലരിൽ വിശ്വാസമാണ്. മുസ്ലിങ്ങളിലും അങ്ങനെ തന്നെ. പെരും പടപ്പ്, പുത്തമ്പള്ളി ജാറം അല്ലാത്തൊരു പടപ്പ് തന്നെ, പെരും പടപ്പ്, മനസ്സിലായി? പുത്തമ്പള്ളി ജാറം, അവിടെ കുട്ടികളെ കിട്ടാൻ വേണ്ടി ആളുകൾ ചെല്ലും. അന്ധവിശ്വാസമാണ്, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഇതൊന്നും മതമല്ല, ഇത് മതമേ അല്ല. മതപ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കാനും കഴിയില്ല, മതപ്രമാണം കൊണ്ട് ഇതൊന്നും തെളിയിക്കാൻ കഴിയില്ല. അതാണ് ഏറെ രസകരമായ പോയിന്റ്. ഇനിയാണ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ചേർത്ത് വായിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഞാൻ വളരെ സ്നേഹത്തോടു കൂടി പറയാം നിങ്ങളോട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഹിന്ദു മതത്തിൽ ജനിച്ചു, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം? ആത്മാർത്ഥമായി പറയൂ, ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ മറുപടി. ആകെ വായിച്ചിട്ടുണ്ട് രാമായണം, ആ മാസത്തിൽ മാത്രം കുറച്ചിങ്ങനെ വായിച്ചു പോകുന്നുണ്ട്. വേറെന്താ വായിച്ച്? വേറെ വായിച്ചിട്ടില്ല. നോക്ക്, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, ശ്വേതശേതരോപനിഷത്ത്, കഠോപനിഷത്ത്, അല്ലോക്യോപനിഷത്ത്, എന്തൊക്കെ ഉപനിഷത്തുകളുണ്ട്. കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? വായിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. എന്താ അതിലുള്ളത്? പഠിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പഠിച്ചവരെ പോലും പഠിക്കാൻ തയ്യാറായിട്ടില്ല. ഇല്ല, എന്താ ഉണ്ടായിട്ടുള്ളത്? സത്യം ഞാൻ പറയില്ല, ഞാൻ ആ മുസ്ലിങ്ങളുടെ നടുവിൽ ജീവിച്ചോനാ. ഇപ്പോഴല്ല, ഇപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്താണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമായ ഞാൻ എന്റെ പഴയ നാട്ടിലേക്ക് തന്നെ അല്ലാഹു തൗഫീഖ് ചെയ്ത് മടങ്ങിപ്പോവുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത്, എന്റെ വീടിന്റെ മുമ്പിൽ ശശിയേട്ടനാണ്, അപ്പുറത്ത് ശ്രീധരേട്ടനാണ്, അതിന്റെ ബാക്കിൽ ബാബുവേട്ടനാണ്, അതിന്റെ അപ്പുറത്ത് ശിവാനന്ദേട്ടനാണ്, അപ്പുറത്ത് സരസ്വേച്ചിയാണ്, ഇപ്പുറത്ത് സുമതി ചേച്ചിയാണ്. ഒരൊക്കെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇന്ന് വരെ അവർക്ക് എന്നോട് വെറുപ്പോ എനിക്ക് അവരോട് വെറുപ്പോ ഇല്ല. പക്ഷെ അവർക്കറിയാം ഞാൻ എന്താണ് ജനങ്ങളോട് പറയുന്നത്, അവർക്ക് മനസ്സിലാകും അത്. അതുപോലെ ഞാൻ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? മാധവിയേച്ചിയുടെ മകനായി ജനിച്ചു, അമ്മ പേര് വെച്ചു, മകന് രതീഷ് എന്ന് പേര് വെച്ചു, രാകേഷ് എന്ന് പേര് വെച്ചു, ബാബുരാജ് എന്ന് പേര് വെച്ചു. അമ്മക്ക് ഇഷ്ടം ഭഗവതി ദേവിയോടായിരുന്നു. അതുകൊണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ അമ്മ പോയി, മകൻ അത് കണ്ടു, വളർന്നു, ആ വിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പി നിന്നു. അതിൽ കവിഞ്ഞ പഠനമൊന്നും അവൻ നടത്തിയിട്ടില്ല. അവന്റെ ജീവിതത്തിന്റെ ഐശ്വര്യങ്ങൾ മുഴുവനും ഈ ദേവിയാണ് നൽകുന്നത് നമ്മൾ വിശ്വസിച്ചു. ഓരോറപ്പില്ല, അവന് ഓരോറപ്പില്ല. ഗുരുവായൂരപ്പനാണ് മാധവി ചേച്ചിക്ക് കുട്ടികളെ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ വിടൂലങ്ങളെ അല്ല, മമ്പറന്തങ്ങളാണ് എനിക്ക് കുട്ടികളെ തന്നതെന്ന് ബഷീർ പറഞ്ഞ ഓനെയും വിടാൻ പാടില്ല. നമുക്ക് മക്കളെ തന്നതും, നമുക്ക് ഐശ്വര്യം തന്നതും, നമുക്ക് ശാന്തി നൽകിയതും, നമുക്ക് ജീവിതം നൽകിയതും, കണ്ണും കാതും നൽകിയത് സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനാണ്, സാക്ഷാൽ ലോകത്തിന്റെ നാഥനാണ്. അവനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, അവനാണ് ഇതൊക്കെ പരിപാലിക്കുന്നത്, അവനാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, അവനാണ് നമുക്ക് ഭക്ഷണം നൽകിയത്, അവനാണ് നമുക്ക് കേൾവി നൽകിയത്. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, മിംസ്, കാലിക്കറ്റിൽ, നിംസ് അല്ല മിംസ്, അവിടെ വളരെ പ്രഗത്ഭനായ ഒരു ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, മനോജ് സാർ. 18 കൊല്ലം, ശരിക്കും ചിന്തിക്കണം, 18 കൊല്ലം ചെവി കേൾക്കാത്ത ഒരാളെ
ഓപ്പറേഷനിലൂടെ ചെവി കേൾക്കുന്ന വിധത്തിൽ അദ്ദേഹം മാറ്റിക്കൊടുത്തു. അതിന്റെ പിറ്റേത്തെ പത്രത്തിൽ മനോജ് സാറുടെ ഫോട്ടോ സഹിതം മനോജ് സാറുടെ മേന്മ പറയുകയായിരുന്നു പത്രം. 18 കൊല്ലം ചെവി കേൾക്കാത്ത ഒരാൾക്ക് ചെവി കേൾപ്പിച്ചു കൊടുത്തു ഡോക്ടർ മനോജ്. അന്ന് എനിക്ക് അന്നൊരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗ സ്ഥലത്ത് എന്ന് പറഞ്ഞത് എല്ലാരും ചിന്തിക്കാൻ വേണ്ടിയാണ്. എവിടെയും പറയും, മനോജ് എന്ന് പറയുന്ന പച്ചയായ ഒരു മനുഷ്യൻ സയൻസ് പഠിച്ച് ENT മേഖലയിൽ വിദഗ്ധനായി. അദ്ദേഹം മനുഷ്യന്റെ ഹ്യൂമൻ ഫിസിയോളജി സ്വതന്ത്രമായി പഠിച്ചു. പിന്നീട് തലയുമായി ബന്ധപ്പെട്ട പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്തത് പഠിച്ചു. കാതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ പലതും പഠിച്ചു. ഓസ്ട്രേലിയയിൽ ചെന്ന് ഉന്നതമായ വിദ്യാഭ്യാസം നേടി ആ അറിവനുസരിച്ച് ഓപ്പറേഷൻ ചെയ്ത് ദൈവം നിശ്ചയിച്ച കാരണം ക്ലിയർ ആക്കിയപ്പോൾ കേൾവി കിട്ടി. എല്ലാരും സമ്മതിച്ചല്ലോ. അപ്പോ ഒരാൾക്ക് കാത് അദ്ദേഹം ഉണ്ടാക്കിയല്ല, കാതിന്റെ ഉള്ളിലെ സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയതല്ല, എല്ലാം പടച്ചോനുണ്ടാക്കിയാണ്. അതിന് ചെറിയൊരു തകരാറ് വന്നപ്പോ പടച്ചോൻ പഠിപ്പിച്ചു കൊടുത്ത രീതി അനുസരിച്ച് അയാൾ ചികിത്സിച്ചപ്പോ കേൾവി കിട്ടി. അപ്പൊ അയാൾ ഭയങ്കര ഫേമസ് ആയി. അന്ന് ഞാൻ ജനങ്ങളോട് ചോദിച്ചൊരു ചോദ്യം ഈ തൊഴിയൂർ പ്രദേശത്ത് ഞാൻ ചോദിക്കാം, ജനങ്ങളെ, ഇന്ന് 714 കോടി മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. ഈ 714 കോടി മനുഷ്യരിൽ കാത് കേൾക്കാത്തവർ വളരെ കുറച്ചേ ഉണ്ടാവും. മഹാഭൂരിപക്ഷത്തിനും കാതിന്റെ കേൾവി നൽകിയവൻ ആരാ? അവൻ ഒരു ഗാംഭീര്യവും നമ്മൾ ആരും കണ്ടില്ല. ചിന്തിക്കണം, ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർ ഈ മണ്ണിൽ വന്നു പോയി. അവർക്കൊക്കെ കേൾവി നൽകിയ പരാശക്തി ആരാ? തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിം പദീന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേഢ്യം. ശ്വേതോപനിഷത്തിലെ മനോഹരമായ ഒരു ശ്ലോകമാണ്. എന്തായാലും പറയണേ, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. എന്തതിനർത്ഥം? ത്വമേകം ശരണ്യം, ഏകനായ ദൈവമേ, എന്റെ ആരാധനകൾ മുഴുവനും നിനക്ക് വേണ്ടി മാത്രമാണ്. ചിന്തിക്കണം, ഹൈന്ദവ സഹോദരങ്ങൾ ചിന്തിക്കണം. മഹാനിർവ്വാണ സ്തോത്രത്തിലെ വാചക പറയും, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. എന്റെ വരണ്യങ്ങൾ, എന്റെ വഴിപാടുകൾ, എന്റെ ബലിദാനങ്ങൾ, എന്റെ തേട്ടങ്ങൾ എല്ലാം നിന്നോടാണ്. ഞാൻ ഏതെങ്കിലും ഒരു കിണറിന്റെ പടിയിൽ നിന്ന് താഴോട്ട് വീഴുന്നുവെങ്കിൽ സർവശക്തനായ ദൈവമേ, ഞാൻ നിന്നെയാണ് വിളിക്കുന്നത്. നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിന്റെ സർവശക്തനായ ദൈവമാണ് നീ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വിളിക്കുന്നത്. കണ്ടോ, ലോകത്തിന്റെ സർവശക്തനായ ദൈവത്തെ, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും എല്ലാം സൃഷ്ടിച്ച ലോകത്തിന്റെ അധിപതിയായ, അതാണ് ശരി. മാധവേട്ടനെ, എന്റെ ഫ്രണ്ടിൽ ജീവിക്കുന്ന ശശിയേട്ടനെ ഒക്കെ സൃഷ്ടിച്ചാരാ? അല്ലാഹു, ലോകത്തിന്റെ നാഥൻ, പ്രപഞ്ചനാഥൻ, ആകാശഭൂമികളുടെ നാഥൻ. അവനെയാണ് നമ്മളൊക്കെ ആരാധിക്കേണ്ടത് എന്നാ പറയും. അപ്പൊ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും കേൾവി നൽകി. ഇന്ന് നമുക്കൊക്കെ പോട്ടെ, എത്ര കോടി ജീവജാലങ്ങൾക്ക് കാഴ്ച നൽകി, കേൾവി നൽകി. തുമ്പിക്ക് പോലും എത്ര ക്യാമറ കണ്ണുകൾ നൽകി. ആ സർവശക്തനായ ദൈവം ആരാണ്? ആ പുഷ്പമേ, അധിക തുങ്കപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു. ആ രാജ്ഞി കണക്കയെ ഒരു പന്നീർ പുഷ്പം, അതിന്റെ ഇതള്. 10 മണി മുല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നോട് ഒരു ദിവസം എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, അതെ 10 മണി മുല്ല നട്ടിട്ടുണ്ട്, ഞാൻ 10 മണി മുല്ല നട്ടിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ 10 മണി മുല്ലയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്റെ ശ്രദ്ധ ഇതായിരുന്നു, ഷാർപ്പ് 10 മണിക്ക് തന്നെയാണോ അത് വിടരുന്നത്? അതാണ് എന്റെ നോട്ടം. 10 മണി കൃത്യമാകുമ്പോൾ അത് വിടരുന്നുണ്ടോ, അല്ല വെറുതെ ഒരു ഒഴുക്കം മട്ടിൽ 10 മണി മുല്ല എന്നങ്ങോട്ട് പറഞ്ഞതാണോ? അവിടെയാണ് അത്ഭുതം. അതായത് 9 മണി കഴിഞ്ഞ് 58 മിനിറ്റ് കഴിഞ്ഞ് 59 സെക്കൻഡ് കഴിഞ്ഞാലും അത് വിടരുന്നില്ല. 10 മണി ഷാർപ്പാകുമ്പോ അത് വിടരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഷാർപ്പ് 10 മണിയായി ക്ലോക്കിൽ എന്ന് ഈ ചെടിയോട് ആര് പറഞ്ഞു? 10 മണി ഷാർപ്പായി വിടരാൻ ഈ ചെടിയോട് ആര് പറഞ്ഞു? ശ്രീരാമൻ പറഞ്ഞു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്
അതിന്റെ കറക്റ്റ് ടൈമിൽ വിടരാനുള്ള മെസ്സേജ് അതിന്റെ ജനിതക കോഡുകളിൽ സംവിധാനിച്ചത്. അല്ലേ അല്ലേ നിങ്ങൾ ചിന്തിക്ക്. ആ സർവശക്തനെ കുറിച്ചാണ് ലോകനാഥൻ എന്ന് പറയുന്നത്. ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ ഇതിന്റെ അർത്ഥം? എന്തെങ്കിലും അതിങ്ങനെ ഉരുവിടുകയല്ലാതെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. വിശ്വവിജ്ഞാന കോശവും സംസ്കൃത നിഘണ്ടുവും പറഞ്ഞിട്ടുള്ളത് പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. ലോകത്തിന്റെ സൃഷ്ടാവിനെ പറയും. അസതോമാ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് നീ എന്നെ സത്യത്തിലേക്ക് എത്തിക്കണമേ. തമസ്വമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് നീ എന്നെ വെളിച്ചത്തിൽ എത്തിക്കണമേ. മൃത്യോമാ അമൃതംഗമയ, ഈ ലോക ജീവിതം നശ്വരമാണ്. അനശ്വരമായ ജീവിതം മരണത്തിന് ശേഷമാണ്. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ പുനർജന്മത്തിൽ പന്നിയായി, നായയായി, പാമ്പായി, ചണ്ടാലനായി ഇവിടെ ആരും ജനിക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ഹിന്ദു മതപ്രകാരം പോലും അത് തെളിയിക്കാൻ കഴിയില്ല. അത് സവർണ മേധാവിത്വമാണ്, മതമല്ല. ശൂദ്രനെ ഏറ്റവും വലിയ അധമപ്പണി എടുപ്പിക്കുന്ന, അടിമപ്പണി എടുപ്പിക്കുന്ന സവർണ മേലാളന്റെ ദുഷിച്ച ചിന്തയാണത്. ചതുർവർണ്ണം മയസൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ എന്ന് ഭഗവത്ഗീതയിൽ 18 അധ്യായമുള്ള ഭഗവത്ഗീതയിൽ പിന്നീട് കടത്തിക്കൂട്ടിയതാണ്. അല്ലാതെ ജാതീയതല്ല. നമ്മളൊക്കെ ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ബന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. സർവ്വലോകങ്ങളിലെയും സർവചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ. നമ്മൾ പറയുന്നു ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. സർവ്വലോകങ്ങളിലെയും സർവചരാചരങ്ങൾക്കും സുഖമുണ്ടാകട്ടെ. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. അതുപോലെ ബാന്ധവ മാനവ സർവേ സ്വദേശാ ഭുവനത്രയം. ലോകമാണ് തറവാട്. നമ്മളൊക്കെ ഒരു തറവാട്ടുകാരൻ, ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. അല്ലാതെ തമ്മിൽ തല്ലേണ്ടവരല്ല എന്നാണ് അവിടെ പറയുന്നത്. അവിടെയാണ് സാക്ഷാൽ ദൈവത്തെ കുറിച്ചുള്ള പഠനം. ഞങ്ങളോടൊക്കെ ചോദിക്കാൻ, നമ്മളൊക്കെ പല ആളുകളെ, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നെറ്റിയിൽ കുറിതൊട്ടവരുണ്ടാവാം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കസവുടുത്ത് ഭക്തി നിർഭരമായി ക്ഷേത്രത്തിൽ ചെന്ന് കൈകൂപ്പി നിന്ന് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ആ ബിംബത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ എന്താ മാധവി ചേച്ചി വിചാരിക്കണത്? എന്താണ് സുമതി ചേച്ചി വിചാരിക്കണത്? എന്നെ അറിയും ഈ ദൈവം, എന്നെ കാണുന്നുണ്ട്, എന്റെ പ്രയാസങ്ങൾ അറിയുന്നുണ്ട്, സർവശക്തയാണ്, സർവശക്തനാണ്, എന്നെ നിയന്ത്രിക്കുന്നുണ്ട്. അല്ലേ അല്ലേ സുഹൃത്തുക്കളെ? മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്നങ്ങോട്ട് പറയുമ്പോ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ എന്താ? അങ്ങ് ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനിൽ എല്ലായിപ്പോയ, നുരുമ്പിപ്പോയ, കണ്ണും കാലും മണ്ണിന്റെ ഭാഗമായി തീർന്ന, കവിൾത്തടങ്ങളിൽ വണ്ടുകളരിച്ച ആ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നെ ഇങ്ങനെ തൊഴിയൂരിലെ ഇന്ന മഹല്ലിലെ EK സുന്നികളുടെ മഹല്ലിലെ അബ്ദുൽ ജബ്ബാർ എന്ന എന്റെ പ്രാർത്ഥന അവര് കേൾക്കുന്നല്ലേ വിശ്വസിക്കണത്? അല്ലേ? അവിടെയാണ് നിങ്ങളോട് സ്നേഹത്തോടെ എനിക്ക് ചിലത് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഈ ആരാധനകളൊക്കെ തെറ്റിപ്പോയതാണ്. ഇതൊന്നും ശരിയല്ല. ഈ ആരാധനാ രീതികളല്ല മതം പഠിപ്പിച്ചത്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ചരിത്രത്തിൽ മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ ചില പഠനങ്ങൾ നിങ്ങൾക്കറിയാം. ദി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഇന്ത്യൻ പീപ്പിൾ എന്ന് പറയുന്ന ഗ്രന്ഥം, വോളിയം 1, പേജ് 189. AD പുസൽക്കാർ പറയാണ്. AD പുസൽക്കാർ, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ ശരിക്ക് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. AD പുസൽക്കാരന്റെ വാക്കുകൾ: സംശയരഹിതമായി അമ്പലമെന്ന് ഗണിക്കാവുന്ന യാതൊരെടുപ്പുകളും സിന്ധു നദീതടത്തിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതായത് അവിടെ ആരാധനാമൂർത്തികൾ, ചിത്രങ്ങൾ, രൂപങ്ങൾ, പ്രതിമകൾ, ഏതെങ്കിലും ഒരു ജന്തുവിന്റെ ആരാധ്യ ഫോസിലുകൾ, ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കണക്കാക്കപ്പെട്ട കെട്ടിടങ്ങളിൽ തന്നെ മതപരമായ പ്രതിഷ്ഠകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിഗ്രഹങ്ങളോ ആൾത്താരകളോ
മറ്റ് ആരാധ്യ വസ്തുക്കളോ ഒന്നും അവയിലില്ല. പുരാതന നാഗരികതകളിൽ മതത്തിന് എപ്പോഴും പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നിട്ടും കാലങ്ങളോളം ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ മതം സാരമായി സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത ഒരു പ്രധാന ഘടകം മതമായിരുന്നിട്ടും സിന്ധു നദീതടത്തിൽ നിന്ന് യാതൊരു ആരാധ്യ വസ്തുവും കിട്ടിയില്ലെന്നത് നിശ്ചയമായും വിചിത്രമായ കാര്യമാണ്. രൂപങ്ങളില്ലാത്ത അവ്യക്തം വ്യക്തി മാപന്യം മാന്യം തേ മാമബുദ്ധയ പരംഭാവമചാനന്ദോ മാമാവേയമനുത്തമം അഭിജാനന്തി മാ മൂഢമാനുഷി തനുമാശ്രിതം പരംഭാവമചാനന്ദോ മാമാവേയമനുത്തമം. ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമുള്ള ഗീത രാജഗുഹയോഗം 9-ാം അധ്യായം. അതിൽ പറഞ്ഞ എന്താ? സാക്ഷാൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ കൊടയും വടിയും ചൂടി ഒരിക്കലും വരില്ല, അവതാരമായി പ്രത്യക്ഷപ്പെടുകയില്ല. അവൻ സർവശക്തനാണ്. ആ സർവശക്തന്റെ മുമ്പിലല്ലാതെ നീ ആരാധന സമർപ്പിക്കരുത് എന്നാ പറഞ്ഞ് തീർന്നില്ല. ഒരു മഹത്തരമായ ഉദ്ധരണി കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കാലയളവിലെ പഠനം നടന്നു. അബുൽ കലാം ആസാദ് തർജുമാനുൽ ഖുർആൻ 103-ാമത്തെ പേജിൽ അദ്ദേഹം പറയാൻ, മോഹൻജദാരോ ഹാരോവിലെ പൂർത്തിയാവാത്ത ഉത്ഖനനങ്ങളുടെ ഫലം വ്യക്തമാക്കുന്നത് ഈ വസ്തുതയാണ്. മോഹൻജദാരോവിലെ ജനങ്ങൾ പല ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. പല ദൈവങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. പിന്നെയോ ഓം എന്ന് വിളിക്കപ്പെട്ട സർവശക്തനായ ദൈവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അഥവാ മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരത്തിലുള്ളവർ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, അതുപോലെ പശുവിനെ, ആനയെ, പാമ്പിനെ ഒന്നും അവരാരും ആരാധിച്ചില്ല. ഒരു സ്തൂപങ്ങളെയും അവർ ആരാധിച്ചില്ല. ഓം എന്ന് പറയപ്പെട്ട സർവശക്തനായ ദൈവത്തിൽ അവർ വിശ്വസിച്ചു. ഇതിന് തുല്യമായി സംസ്കൃത പദം ഇതുവാൻ എന്നാണ്. ഓമിന് തുല്യമായ സംസ്കൃത പദം ഇതുവാൻ എന്നതാണ്. എല്ലാം ഭരിക്കുന്നത് ഈ ഏക അസ്തിത്വമാണെന്നും അവന്റെ നിയമമനുസരിച്ചാണ് സകല വസ്തുക്കളും നിലനിൽക്കുന്നത് എന്നുമാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ മനുഷ്യർ വിശ്വസിച്ചത്. അവന്റെ മറ്റൊരു ഗുണം വേദക്കൂൺ എന്നായിരുന്നു. എന്നെന്നും ഉണർന്നിരിക്കുന്നവൻ, എന്നെന്നും ഉണർത്തിരിക്കുന്നവൻ, മയക്കമോ ഉറക്കമോ ഇല്ലാത്ത സർവശക്തനായ ഈശ്വരൻ. എന്ന് ഞാൻ ചോദിക്കാണ്, ഈ ഈശ്വരനെയാണോ ഇവിടുത്തെ ഹൈന്ദവർ ആരാധിക്കുന്നത്? അല്ല. ഈ ഈശ്വരനെയാണോ ഇവിടുത്തെ ക്രൈസ്തവർ ആരാധിക്കുന്നത്? അല്ല. ഈ അള്ളാഹുവിനെയാണോ ഇവിടുത്തെ മുസ്ലിമീങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ ആരാധിക്കുന്നത്? അല്ല. മറിച്ച് സൃഷ്ടാവിന്റെ സൃഷ്ടികളെ. ഒരു ഉദാഹരണം പറയാം. സാധാരണയായി ആളുകൾ നക്ഷത്ര ഫലം നോക്കാറുണ്ട്. നമ്മുടെ കേരളത്തിലെ ഞാനൊരു ബസ് യാത്രക്കിടയിൽ കേട്ട ഒരു 2 വരി, ഞാനത് ആവർത്തിച്ച് കേട്ടപ്പോൾ ഞാനത് മനഃപ്പാടമാണ്. അതെങ്ങനെയുണ്ടായി? ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. എന്താണ്? ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രമാണ് മനുഷ്യ ജീവിതത്തിന്റെ ജയാപജയങ്ങൾ നിർണയിക്കുന്നത്. മാധവി ചേച്ചിയുടെ ജയാപജയങ്ങൾ നിർണയിക്കുന്നത് ആരാണ്? നക്ഷത്രങ്ങളാണ്. അന്ധവിശ്വാസല്ലേ? മോഡേൺ സയൻസ് പഠിച്ച ആരെങ്കിലും ഇത് വിശ്വസിക്കുവോ? ആസ്ട്രോണമി പഠിച്ച ആരെങ്കിലും ഇത് വിശ്വസിക്കുവോ? കാരണം എന്താ? സ്റ്റീഫൻ ഹോക്കിംഗ് പറയാണ്, നമ്മൾ ഇന്ന് കാണുന്ന നക്ഷത്രങ്ങളില്ലേ, അത് പലതും ചത്തുപോയതാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതല്ല, ഇന്ന് നിലനിൽക്കുന്നതല്ല. സൂര്യൻ പോലും നശിച്ചുപോകും. ചന്ദ്രനും സൂര്യനും ഒന്നാകും. വജ്മി അശ്ശംസു വൽ ഖമർ, സൂറത്ത് ഖിയാമ. സൂര്യനും ചന്ദ്രനും ഒന്നാകും. ഈ ഗോളങ്ങളൊക്കെ നശിക്കും. ഈ ഗോളങ്ങൾക്കൊക്കെ നാശമുണ്ട്. നാശമുള്ള ഗോളങ്ങൾ എങ്ങനെ മനുഷ്യന്റെ ജയാപജയങ്ങൾ നിർണയിക്കുക? ആലോചിച്ചു നോക്ക്. എങ്ങനെയാണ്? അവിടെയാണ് സാക്ഷാൽ സർവശക്തനായ ലോകത്തിന്റെ നിയന്താവിനെ നമ്മൾ വിട്ടുകളഞ്ഞത്. ഇപ്പൊ കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാചകം എന്താ? വായിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാചകം ഞാൻ നിങ്ങൾക്ക് കളിപ്പിച്ചു തരാം. ആ വാചക പ്രകാരമുള്ള ദൈവത്തെയാണോ ഇവിടുത്തെ ഹൈന്ദവർ ആരാധിക്കുന്നത്? എങ്കിൽ നിങ്ങൾ കറക്റ്റാണ്. അല്ലേ?
നിങ്ങളുടെ കാര്യം ദൈവസന്നിധിയിൽ പോക്കാണ് എന്നെനിക്ക് പറയാൻ ഒരു മടിയുമില്ല, ഒരു ധൈര്യക്കുറവുമില്ല. കാരണം അതാണ് സത്യം. ചതുപ്പ് നിലങ്ങളുടെയും, ആരാ ദൈവം എന്ന് പറയാട്ടോ, കേട്ടോളൂ, ചതുപ്പ് നിലങ്ങളുടെയും നടവഴികളുടെയും നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും കുഴികളുടെയും ആലകങ്ങളുടെയും ആലയങ്ങളുടെയും ഗുഹകളുടെയും ജലാശയങ്ങളുടെയും നിലാവിന്റെയും ശബ്ദങ്ങളുടെയും ധൂളികളുടെയും ചെടികളുടെയും ചുള്ളിക്കമ്പുകളുടെയും മരത്തിലെ പച്ചിലകളുടെയും മണ്ണിൽ കൊഴിഞ്ഞു വീണ ഇലകളുടെയും പൊളഞ്ഞൊഴുകുന്ന കടകളാരവം മുഴക്കി ഒഴുകുന്ന നദികളുടെയും നാഥ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. കണ്ടോ? ആണോ? അങ്ങനെയാണോ? ആണോ? ശ്രീരാമ രക്ഷിക്കണെന്ന് പറഞ്ഞാൽ പറഞ്ഞതിനെതിരാണ്. കൃഷ്ണ യജുർവേദത്തിനെതിരാണ് ശ്രീരാമ രക്ഷിക്കണെന്ന് പറഞ്ഞാൽ, ശ്രീകൃഷ്ണ രക്ഷിക്കണെന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബിയെ കാക്കണെന്ന് പറഞ്ഞാൽ, ഉള്ളാളന്തങ്ങളെ രക്ഷിക്കണെന്ന് പറഞ്ഞാൽ ഇതിനെതിരാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ലോകത്തെ മുഴുവനും ഇവിടെ കാണുന്ന പ്രാണികൾ കണ്ടില്ലേ? ഈ വെട്ടത്തിൽ പാറി നടക്കുന്ന കൊച്ചു പ്രാണികൾ, അതിന്റെ കാലിനെ രൂപപ്പെടുത്തിയ സർവശക്തൻ, അവനെയാണ് ആരാധിക്കേണ്ടത് എന്നാ ഈ പറയുന്നത് അല്ലേ? അഥർവവേദം 13-ാം അധ്യായം 5-ാം പർവം 20-21 വാചകം എന്താ വാചകം? കേട്ടോളൂ നിങ്ങൾ. ഏകനായ അവൻ ഏകനായി തന്നെ എന്നെന്നും നിലനിൽക്കുന്നവനാണെന്ന് നീ വിശ്വസിക്കുക. രണ്ടാമതൊരു ദൈവം ഇല്ല തന്നെ. രണ്ടാമതൊരു ദൈവം ഇല്ല. ഏകം സത് ബഹുധാ വിപ്ര വദന്തി യോ ദേവാനാം നാമധ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ആശ്രയമുള്ള ലോകത്തിന്റെ നാഥൻ, അവനാണ് ആരാധനക്കർഹൻ എന്ന്. ഇനിയോ അഥർവവേദം 13-ാം അധ്യായം 5-ാമത്തെ പർവം 14 മുതൽ 20 വരെയുള്ള വചനം എന്തെങ്കിലുള്ളത് കേട്ടോളൂ. ഈ ദൈവത്തെ ഏകനായി അറിയുന്നവർ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ദൈവം ഏകനാണ്, അതാണ് സത്യം. പലതുമില്ല, ഇല്ല ഇല്ല ഇല്ല, തീർന്നില്ല. അവൻ 2 3 4 5 6 7 8 10 വിശ്വസിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നില്ല. ശ്വസിക്കുന്നതും ശ്വസിക്കാത്തതുമായ സകലതിനെയും അവൻ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉന്നത ശക്തി ഉൾക്കൊള്ളുന്ന അവൻ ഏകനാണ്. അവൻ ഏകൻ മാത്രമാണ്. എല്ലാവിധ ദൈവിക ശക്തികളും അവനിൽ കേന്ദ്രീകരിച്ച് ഐക്യപ്പെട്ടിരിക്കുന്നു. അല്ലേ? ത്വമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിം പദീന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമെഡ്യം. ശ്വേതോപനിഷത്തിലുള്ളതാണ്. 12-ാമത്തെ ശ്ലോകമാണ്. എന്തായാലും പറഞ്ഞേ, നിങ്ങളിപ്പോ ആരാധിക്കുന്ന ആരാധ്യന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെ പരമാരാധ്യൻ എനിക്ക് ഏറ്റവും സങ്കടവും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അയൽവാസിയെ കുറിച്ച് എനിക്ക് ദുഃഖവും തോന്നിയ ഒരു നിമിഷം ഉണ്ടായി. അതെന്റെ ബാബുവേട്ടനെ കുറിച്ചാണ്. സായി ഭക്തനായ എന്റെ ബാബുവേട്ടൻ സായിബാബയുടെ മുമ്പിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മകൻ ഓടിക്കതച്ചു വന്നിട്ട് അച്ഛനോട് പറയണം, അച്ഛാ സായിബാബ മരിച്ചു. അപ്പൊ ബാബുവേട്ടൻ കൈതാത്തിയിട്ട് നിസ്സഹായനായി. ആലോചിച്ചു നോക്ക്, ആരാധിക്കുന്ന ദൈവം മരിച്ചു വീണ്, എന്നിട്ട് ആ ദൈവത്തെ ആരാധിച്ച ഭക്തൻ ജീവിച്ചിരിക്കുക. വല്ലാത്തൊരവസ്ഥയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആരാധിക്കണ ദൈവം എന്നെ വിട്ട് മരിച്ചു പോവുക, എന്നിട്ട് ആ ദൈവത്തെ ഞാൻ തന്നെ കൊണ്ടുപോയി കബറടക്കുക. എന്തൊരു ദുര്യോഗമാണ് മാനവകുലത്തിന്. നമ്മൾ ആരെയാ? ഒരിക്കലും മരിക്കാത്തവനാണ് ഈശ്വരൻ, അല്ലേ? ഒരിക്കലും മരിക്കാത്തവനാണ് പ്രപഞ്ചനാഥൻ. ആ പ്രപഞ്ചനാഥനെയാണ് ആരാധിക്കേണ്ടത്. സായിബാബയെ ആരാധിക്കുന്നവർക്ക് സായിബാബ മരിച്ചാൽ നിരാശ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ നബിയുടെ അനുയായി അബൂബക്കർ സിദ്ദീഖ് ഒരു പ്രസംഗം ചെയ്തു. അദ്ദേഹം പറഞ്ഞ എന്തറിയോ? ആരെങ്കിലും ഈ കിടക്കുന്ന മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചോലെ ആരാധിക്കാൻ പറ്റൂല. അല്ല, സാക്ഷാൽ പ്രപഞ്ചനാഥനെയാണോ? ഹയ്യുല്ലാ യമൂത്ത്, അവൻ ഒരിക്കലും മരിക്കൂല. അതായത് ഒരു മുസ്ലിമിന്റെ അവസ്ഥ ഞാൻ പറയുന്നു. ഇപ്പൊ ആദിമ പിതാവായ ആദം റബ്ബനാ പറഞ്ഞു, ഞങ്ങളുടെ പരിപാലക, സർവശക്ത, പ്രപഞ്ചത്തിന്റെ നാഥ. അപ്പൊ ലോകത്തിന്റെ നാഥനെ വിളിച്ചിട്ടാ പറയണത്, അല്ലാതെ ഒരു പഞ്ചായത്തിലെ ദൈവത്തെയല്ല. ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാനതും പറഞ്ഞുതരാം.
ഇപ്പൊ ഉള്ളാളം തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങളെ വിളിക്കുന്ന ആളുകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ഒരാള് കർണാടകയിലെ ഉള്ളാളത്ത് നിന്ന് ലണ്ടനിൽ പോയി എന്ന് വിചാരിച്ചോ. ലണ്ടനിലെത്തിയ അയാള് ലണ്ടനിലെ സായിപ്പിനോട് അയാൾ ചോദിക്കാണ്, ഉള്ളാളം തങ്ങളെ അറിയോ, ഉള്ളാളം തങ്ങളെ അറിയോ എന്ന്. അപ്പൊ സായിപ്പ് ചോദിച്ചു, ഉള്ളാളം, വാട്ട് ഈസ് ഉള്ളാളം? ആരാണ് ഈ ഉള്ളാളം? ഉള്ളാളായ മടിയിലെ ഇല്ലാത്ത ആളായ മടിയിലേക്ക് അറിഞ്ഞൂടാ. അയാൾക്കറിയോ ഇപ്പൊ ഉള്ളാളം തങ്ങൾ ആരാ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്ന ഒരാൾ ലണ്ടനിൽ ചെന്നിട്ട് ഗുരുവായൂരപ്പൻ അറിയോന്ന് ചോദിച്ചാൽ അയാൾക്കറിയൂ. നേരെ മറിച്ച് ആകാശം ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനൊരു സിട്ടാവുണ്ടോന്ന് ചോദിച്ചാലോ, ഉണ്ട്. ദി ഗോഡ്, സൂര്യനെയും ഭൂമിയെയും ചൂണ്ടിക്കാണിച്ച് ഇതിനൊരു സിട്ടാവുണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ സങ്കുചിതരാകരുത്. സങ്കുചിതമായ ചിന്ത നമുക്ക് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിലൂടെ ഞാൻ പറയാൻ വേണ്ടും, പിശാരിക്കാവിലെ അമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ പുറമ്പോക്ക ആണോ? ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ പുറമ്പോക്ക. പിശാരിക്കാവിലെ ഈ വാഹനത്തിന് മാത്രമേ ഐശ്വര്യം ചൊരിയും. അതല്ലേ വർഗീയത? അതല്ലേ വർഗീയത? ഇനി നിങ്ങൾ ആലോചിച്ചു, യേശു ക്രിസ്തു ഈ വീടിന്റെ രക്ഷകൻ, അപ്പൊ ബാക്കി വീടൊക്കെ പുറമ്പോക്ക ആണോ? അങ്ങനെ ചിന്തിക്കും, മൊയ്തീൻ ഷെയ്ഖ് എന്റെ രക്ഷകൻ, അപ്പൊ ബാക്കിയുള്ളതോ? സുഹൃത്തുക്കളെ, അന്ധവിശ്വാസം പേറരുത്. ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും നിരീശ്വരവാദിക്കും ഒക്കെ അനുഗ്രഹം ചൊരിയുന്നത് സാക്ഷാൽ അള്ളാഹുവാണ്, പ്രപഞ്ചനാഥനാണ്. ദൈവമല്ല എന്ന് പറയുന്ന നിരീശ്വരവാദിന്റെ നാവിന് കരുത്തൊടുത്തതും ആ പടച്ചോനാണ്. ഇപ്പൊ ഇസ്ലാമിലൊരു ചരിത്രം ഞാൻ പറയുന്നത് വലിയൊരു സംഭവമാണ്. അബ്രഹാം പ്രവാചകൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹം ദൈവത്തോട് പറയാണ്, ദൈവമേ, ഫ്രൂട്ട് ഉണ്ടല്ലോ, നമ്മുടെ പച്ചക്കറികൾ, ഫ്രൂട്ട്, ഇതൊക്കെ ദൈവമേ നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നീ കൊടുക്കാവൂ, പരലോകത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ഇബ്രാഹിം നബിനോട് പറഞ്ഞെന്തറിയോ? ഏ ഇബ്രാഹിം, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ധനം നൽകുന്നുണ്ട്. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ധനം നൽകും, സമ്പത്ത് നൽകും, എല്ലാം നൽകും. എന്നെ എതിർത്തവർക്ക് പോലും. സാധാരണ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, യേശുക്രിസ്തുവാണ് രക്ഷകൻ എന്ന് വിശ്വസിക്കാത്ത ഒരാളെയും യേശുക്രിസ്തു രക്ഷപ്പെടുത്തൂല. ക്രിസ്ത്യാനിയോടല്ലാതെ യേശുക്രിസ്തുവിന് കരുണയില്ല. ആലോചിക്കണം, അതാ വർഗീയത. നേരെ മറിച്ച് ഇസ്ലാം പറയുന്ന ദൈവോ സകല മനുഷ്യരോടും കാരുണ്യം, സകല തെമ്മാടികളോടും കാരുണ്യം, ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടും കാരുണ്യം. കാരണം എന്താ? സകല മനുഷ്യരെയും സൃഷ്ടിച്ചതവനാണ്, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതവനാണ്. അവന്റേതാണ് ഭൂമി, അവന്റേതാണ് ഫ്രൂട്ട്. മനുഷ്യർക്ക് വേണ്ടിയാണത്. മനുഷ്യർക്ക് വേണ്ടിയാണത്. അപ്പൊ മാനവകുലത്തിന് വേണ്ടി ദൈവം തമ്പുരാൻ സംവിധാനിച്ച ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാ? ലോകത്തിന്റെ നാഥനെയാണ് എന്നാണ് ഇസ്ലാം ലോകത്തോട് പറയുന്നത്. അപ്പൊ സകല വേദങ്ങളും, ബൈബിളിലെ പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, മിസ്രയീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്, പ്രതിമ അരുത്. അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം എന്താ? നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമയില്ല എന്നാണ്. ദൈവത്തിന് പ്രതിമയില്ല. യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്തം വിത്തി നേതം യതി തമുപാസതേ യശ്രോത്രേണ നശ്രുണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്തം വിത്തി നേതം യതി തമുപാസതേ. കേനോപനിഷത്തിലെ പ്രഥമവല്ലിയിലെ 6-7 സൂക്തമാണ്. എന്താ പറയുന്നത്? നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്നതൊന്നും സാക്ഷാൽ ദൈവമല്ല. നിങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകിയ, നിങ്ങളുടെ കണ്ണിന് പ്രാപിക്കാനാവാത്ത സർവശക്തനായ അള്ളാഹുവിനെ, പടച്ചവനെ, പ്രപഞ്ചനാഥനെ നിങ്ങൾ ആരാധിക്കുക. ഇതാണ് ഇസ്ലാം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? മൂസാ നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ചെന്നു. ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ഫറോവ ചക്രവർത്തിയുടെ മുമ്പിൽ പറഞ്ഞു, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ ലോകൈകനാഥന്റെ, ലോകത്തിനെ പരിപാലിക്കുന്ന അജയ്യനായ സാക്ഷാൽ പ്രപഞ്ചനാഥന്റെ അടിമകളാണ്. അപ്പൊ ഫിറൗന് ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, നിങ്ങൾ പറയണ ഈ പരമാരാധ്യനാരാ, ഈ ലോകത്തിന്റെ തമ്പുരാനാരാ എന്ന് ചോദിച്ചപ്പോ മൂസാ നബിയുടെ മറുപടി നോക്കിയേ. വർഗീയതയില്ലാത്ത, ദേശീയ സങ്കുചത്വങ്ങളില്ലാത്ത, ഗോത്ര സങ്കുചത്വങ്ങളില്ലാത്ത,
കുലദൈവത്തിന്റെ സങ്കുയത്വമില്ലാത്ത മൂസാ നബിയുടെ മറുപടി റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. ആകാശങ്ങളുടെ പരിപാലകൻ, ഭൂമിയുടെ പരിപാലകൻ, സാഗരങ്ങളുടെ പരിപാലകൻ, സകല ജീവജാലങ്ങളുടെ പരിപാലകൻ, ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുടെ പരിപാലകൻ, ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുടെ പരിപാലകൻ, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് 10,000 കിലോമീറ്റർ ദേശാന്തരഗമനം നടത്തുന്ന ദേശാന്തര പക്ഷിയെ നിയന്ത്രിക്കുന്നവന്റെ അവൻ അതിന്റെ പരിപാലകൻ. അതുപോലെ സർഗാസോ സാഗരത്തിൽ മുട്ടയിട്ട് 4000 മൈലുകൾക്കപ്പുറത്ത് വന്ന് യൂറോപ്യൻ സാഗരങ്ങളിൽ നിന്ന് സർഗാസോ സാഗരത്തിൽ മുട്ടയിടുന്ന ഈൽ മത്സ്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ. അതേ മൊണാർക്ക് ചിത്രശലഭങ്ങളുടെ ശരീരത്തിൽ അതിന്റെ ജനിതക കൊടകളിൽ ദേശാന്തരഗമന സംവിധാനം ഏർപ്പെടുത്തിയവൻ, നമുക്കാവശ്യമുള്ള ഭക്ഷണപാനീയങ്ങൾ നൽകുന്നവൻ, നമുക്കാവശ്യമുള്ള എല്ലാറ്റിനെയും സംവിധാനിച്ചവൻ, പരമകാരുണ്യകനായ സർവശക്തനായ അല്ലാഹു. ആ അല്ലാഹനെ മറന്നിട്ടാണ് പടപ്പുകളെ വിളിക്കുന്നത്. ആ അല്ലാഹനെ മറന്നിട്ടാണ് മൊയ്തീൻ ഷെയ്ഖിനെ ആരാധിക്കുന്നത്. ആ അല്ലാഹനെ മറന്നിട്ടാണ് റിഫായി ഷെയ്ഖിനെ വിളിക്കുന്നത്. ആ അല്ലാഹനെ മറന്നിട്ടാണ് മനമ്പത്ത് ബീവിയെ വിളിക്കുന്നത്. ആ അല്ലാഹനെ മറന്നിട്ടാണ് അതുപോലെ തിരുവനന്തപുരം ഭീമാ ഉമ്മച്ചിയെ വിളിക്കുന്നത്. ആ അല്ലാഹനെ മറന്നിട്ടാണ് CM വലിയുള്ളയെ വിളിക്കുന്നത്. ആ അല്ലാഹനെ മറന്നിട്ടാണ് ഏർവാടിയിലും നാഗൂറിലും അജ്മീറിലും മുത്തുപേട്ടയിലും എക്സെട്ര അങ്ങനെയുള്ള ദർഗകളിൽ ഉള്ള മഹാന്മാരെ വിളിക്കുന്നത്. മനുഷ്യരെത്ര നന്ദി കെട്ടവരാണ്. അല്ല നൽകാത്തതായി ഒന്നും ഇവിടെ ഇല്ല. മൊയ്തീൻ ഷെയ്ഖ് സൃഷ്ടിച്ച ഈച്ചണ്ടോ? ലം യഖ്ലുഖു ദുബാബ. ഒരു ഈച്ചയെങ്കിലും അവർ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഉള്ളാളും തങ്ങളുടെ ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? റബ്ബിന്റെ ചോദ്യം അത്. മമ്പറും തങ്ങൾ ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? 22-ാം അധ്യായം 73-ാമത്തെ വചനം. അതുകൊണ്ട് തന്നെ ലോകരുടെ നാഥനെ, ലോകത്തിന്റെ തമ്പുരാനെ ആർക്കെങ്കിലും ഇവിടെ കയറി എന്ന് പറയാൻ പറ്റുമോ? ഒരു സ്വാമിജിക്ക് ലോകത്തിന്റെ നാഥനെ ആരാധിക്കണം പറയാൻ പറ്റുമോ? ശിവഗിരി ആശ്രമത്തിലുള്ള ഒരു സ്വാമിക്ക് ഇവിടെ വന്നിട്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാരോ അവനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഒരു ക്രിസ്ത്യാനിക്ക് വന്നിട്ട് പറയാൻ പറ്റുമോ? കുരിശു വരക്കാൻ പാടില്ല, യേശുക്രിസ്തുവിനെ വിളിക്കാൻ പാടില്ല, യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ച ദൈവത്തെയാണ് വിളിക്കേണ്ടത് അല്ലേ? സത്യത്തിൽ യേശുക്രിസ്തു വിളിച്ച പടച്ചോനില്ലേ? പിലാത്തോസിന്റെ പടയാളികളെ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റുന്ന സമയത്ത് യേശുക്രിസ്തു ആരോടാ പ്രാർത്ഥിച്ച്? കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതല്ലേ? മാർക്കോസിൽ പറയാണ്, കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം അങ്ങെന്നിൽ നിന്ന് ഉയർത്തിയാൽ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. ഏലി ഏലി ലമ്മാ സബക്താനി. കണ്ടോ? യേശുക്രിസ്തു ദൈവത്തോടെ പ്രാർത്ഥിച്ച്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ആരോടാ പ്രാർത്ഥിച്ച്? മുസ്ലിമീങ്ങൾക്കറിയാം അള്ളാഹിനോടാണ്. ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ച്? അള്ളാഹിനോടാണ്. പക്ഷേ കേരളത്തിലെ മുസ്ലിമീങ്ങളോ ബദരീങ്ങളോട് ധിക്കാരമാണ്. ക്രിസ്ത്യാനികൾ സംഭവിച്ച അതേ ദുരന്തം. യേശുക്രിസ്തു അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനികളെ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു. ബദരീങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു. അതെന്നെ തെളിവ് ധരിച്ച് ബദരീങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു എന്നുള്ളതിന് തെളിവെന്താ? ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. 8-ാം അധ്യായം 9-ാമത്തെ വചനം. നിങ്ങൾ ബദർ യുദ്ധ സന്ദർഭത്തിൽ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, ഇസ്തിഗാസ നടത്തിയ സന്ദർഭം അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്തു. ആകാശത്തിലേക്ക് കൈ ഉയർത്തി കക്ഷത്തിലെ വെള്ള കാണുമാറ് ഹബീബുന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. സ്വഹാബത്ത് പ്രാർത്ഥിച്ചു. നമ്മളോ? ബദരീങ്ങളെ കാക്കണേന്നല്ലേ മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്ത് തെളിവുണ്ട് നിങ്ങൾക്ക്? എന്ത് പ്രമാണമുണ്ട് നിങ്ങൾക്ക്? ഖുർആനിൽ നിന്നൊരു വാചകമെടുത്ത് ഇതാ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച ഇന്ന് നബി ഇതാ എന്ന് തെളിയിക്കാൻ കഴിയോ? മൂസാ നബിയുടെ മരണശേഷം മൂസാ നബിയെ ഈസാ അലൈഹിസ്സലാം വിളിച്ചു എന്ന് പറയാൻ കഴിയോ? ഇബ്രാഹിം നബിയുടെ വഫാത്തിന് ശേഷം ഇബ്രാഹിം നബിയെ മൂസാ അലൈഹിസ്സലാം വിളിച്ചു എന്ന് പറയാൻ പറ്റുമോ? നൂഹ് നബിയുടെ വഫാത്തിന് ശേഷം നൂഹ് നബിയെ ഇബ്രാഹിം നബി വിളിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെങ്കിലും ഉണ്ടോ? സൂറത്ത് ബഖറയിൽ, സൂറത്ത് ആൽ ഇംറാനിൽ, സൂറത്ത് നിസായിൽ, സൂറത്ത് മാഇദയിൽ, സൂറത്ത് അൻആമിൽ, സൂറത്ത് ആറാഫിൽ, സൂറത്ത് അൻഫാലിൽ, സൂറത്ത് തൗബയിൽ, സൂറത്ത് യൂനസിൽ, സൂറത്ത് ഹൂദിൽ എവിടെ? എവിടെ? സൂറത്ത് യൂസുഫിൽ എവിടെ? സൂറത്ത് റഅദിൽ എവിടെ? സൂറത്ത് ഇബ്രാഹിമിൽ എവിടെ? സൂറത്ത് ഹിജ്റിൽ എവിടെ? സൂറത്ത് നഖ്ലിൽ എവിടെ?
സൂറത്ത് ഇസ്രായിൽ എവിടെ? സൂറത്ത് കഹ്ഫിൽ എവിടെ? എവിടെയാ ഉള്ളത്? സൂറത്ത് മറിയമിൽ എവിടെ? സൂറത്ത് ത്വാഹയിൽ എവിടെ? സൂറത്ത് അംബിയായിൽ എവിടെ? സൂറത്ത് ഹജ്ജിൽ എവിടെ? സൂറത്ത് മുഅ്മിനൂനിൽ എവിടെ? 23-ാം അധ്യായത്തിൽ എവിടെ? സൂറത്ത് നൂറിൽ എവിടെ? സൂറത്ത് ഫുർഖാനിൽ എവിടെ? എവിടെ? സൂറത്ത് ശുഅറയിൽ എവിടെയാ? സൂറത്ത് നംലിൽ എവിടെയാ? സൂറത്ത് ഖസസിൽ എവിടെയാ? സൂറത്ത് അൻകബൂത്തിൽ എവിടെയാ? സൂറത്ത് ലുഖ്മാനിൽ എവിടെയാ? എവിടെയാ ഉള്ളത്? എവിടെയുമില്ല, എവിടെയുമില്ല. പിന്നെ എവിടുന്ന് കിട്ടി? സൂറത്ത് സജ്ദയിലുണ്ടോ? സൂറത്ത് അഹ്സാബിലുണ്ടോ? ഉണ്ടോ? സൂറത്ത് സബയിലുണ്ടോ? സൂറത്ത് ഫാത്തിറിലുണ്ടോ? സൂറത്ത് യാസീനിലുണ്ടോ? സൂറത്ത് സാഫാത്ത് 37-ാം അധ്യായത്തിലുണ്ട്. എവിടെയുള്ളത്? എവിടെയില്ല. ഒരേ പുരം ഒരേ. എവിടെയുള്ളത്? ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദിലും തുർമുദിയിലും നസായിലും ഇബ്നു മാജയിലും ബൈഹഖിയിലും ഉണ്ടോ? എവിടെയുള്ളത്? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലുണ്ടോ? ഇമാം മാലിക്കിന്റെ മുവത്തയിലുണ്ടോ? ഇമാം ഷാഫിയുടെ അല്ലുമ്മിലുണ്ടോ? ഉണ്ടോ? ഫതവ അലംഗീരിയിലുണ്ടോ? എവിടെയുള്ളത്? ഇമാം നബവിയുടെ അദ്കാറിലുണ്ടോ? എവിടെയുണ്ട്? എവിടെയുമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എവിടെയുമില്ല, ഒരിടത്തുമില്ല. അതുകൊണ്ട് വളരെ ഗൗരവം, വളരെ ഗൗരവം. പടച്ചോനോടല്ലാത്തൊരു പടപ്പിനോട്. അപ്പൊ ആളുകൾ പറയും, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു പരിപാടി 2 AP സുഹൃത്തുക്കള്, AP സുന്നികളുടെ ആ 2 സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങള് പ്രാർത്ഥിക്കുന്നൊന്നുമില്ലല്ലോ ഉസ്താദേ, ഞങ്ങള് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ഞങ്ങൾ സഹായം തേടില്ലേ. ശരി, ഞാനോട് മോനെ സഹായം തേടുന്നതിന്റെ ഒരു ഉദാഹരണം പറയും. മൊയ്തീൻ ഷേഖേ രോഗം മാറ്റണേ, അതിജൊന്ന് പ്രാർത്ഥനയാക്കി തരണം. മൊയ്തീൻ ഷേഖേ രക്ഷിക്കണേ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, സഹായം തേട്ടാണ് ദുആ അല്ല. ഞാൻ പറയുന്നത് അല്ലാഹുവേ രക്ഷിക്കണേ, മൊയ്തീൻ ഷേഖേ രക്ഷിക്കണേ. ഒന്ന് ദുആയാണ്, ഒന്ന് സഹായം തേട്ടാണ്. എന്ത് പൊട്ടത്തര ഈ പറയണേ, എന്ത് പൊട്ടത്തര പറയണേ? ഏത് കൈകൊണ്ട് പെറുക്കിയിട്ട് ചിക്കൻ കടിച്ചു മുറിക്കണ്, അതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് 2 ചിക്കൻ അല്ലേ കൈ, 2 പള്ളയിലേക്ക് തന്നെയല്ലേ? ഇവിടെ എന്താ? മൊയ്തീൻ ഷേഖേ രക്ഷിക്കണേ എന്നുള്ളത് സഹായം തേട്ടാണ്, മൊയ്തീൻ ഷേഖേ കാക്കണേ എന്നുള്ളത് ദുആയാണ്. അങ്ങനെ എങ്ങനെയാ ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? എങ്ങനെ നിങ്ങളത് മനസ്സിലാക്കി കൊടുക്കുക? ഞാൻ ചോദിക്കുന്നത്, മൊയ്തീൻ ഷേഖേ രക്ഷിക്കണേ എന്ന് നിങ്ങൾ പറയും, നിങ്ങൾ എന്താ അർത്ഥാക്കണേ? ഇത് മൊയ്തീൻ ഷേഖ് കേൾക്കുന്നുണ്ടോ? ഇല്ലാന്നോ? അല്ല കേൾക്കുന്ന പോലെ കേൾക്കുന്നുണ്ട് അല്ലേ? അല്ലേ? അല്ല കേൾക്കുന്നത് പോലെ കേൾക്കുന്നുണ്ട്, അല്ല കാണുന്നത് പോലെ കാണുന്നുണ്ട്, അല്ല അറിയുന്നത് പോലെ അറിയുന്നുണ്ട്. ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൊയ്തീൻ ഷേഖ് ഇങ്ങ് തൊഴിയൂരുള്ള ബഷീർ പൊട്ടക്കിണറിൽ പോകുമ്പോ മൊയ്തീൻ ഷേഖേ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് റഹ്മാനായ റബ്ബ് എങ്ങനെ കേട്ടോ അങ്ങനെ മൊയ്തീൻ ഷേഖും കേൾക്കുന്നുണ്ട് അല്ലേ? വേറെന്ത് വിശ്വാസങ്ങൾക്കുള്ളത്? അതേ വിശ്വാസമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? അബൂജഹൽ ഉണ്ടായിരുന്നത്, അബൂലഹബിനുണ്ടായിരുന്നത്, വലീദിന് മുഗീറക്കുണ്ടായിരുന്നത്. അതേ വിശ്വാസം. നിങ്ങൾ ആലോചിക്കണം, ഞാൻ വെറുതെ പറയല്ല, തെളിവോ ഉദ്ധരിക്കുന്നത്. ഈ പ്രസംഗം വെറുതെ കൊട്ടക്കണക്കല്ല. മത്തി മത്തി പോരി 10 10 എന്ന് പറയണമോ? കൊട്ടക്കണക്കല്ല. ഇവിടെ കൃത്യമായ പ്രമാണമാണ് പറയുന്നത്. സഹീഹ് മുസ്ലിം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട്, നിങ്ങൾ ഈ കെ മഹലിൽ പോണം. ഈ മഹലിലെ ഉസ്താദിനെ നിങ്ങൾ ഇന്ന് പോയി കാണണം. എന്നിട്ട് നിങ്ങൾ ചോദിക്കുക, ഉസ്താദെ സഹീഹ് മുസ്ലിം നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? ആമോനെ, സഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഹജ്ജ് എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ടോ ഉസ്താദെ? ആമോനെ, കിതാബുൽ ഹജ്ജിൽ മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്തുണ്ടോ മോനെ? ഉസ്താദെ, ആ ഉണ്ട് മോനെ. ഉസ്താദെ, ആ തൽബിയത്ത് ഒന്ന് ചൊല്ലിത്തരുവോ ചോയ്ക്ക്. ഉസ്താദ് ബബ്ബേ പറയും, ചെല്ലൂല. ഇന്നലെ പയ്യ കേൾക്കണേ മക്കാ മുശ്രിയുടെ തൽബിയത്ത് അറിഞ്ഞ ഇടക്ക് എന്താ കാര്യം? ഈ മക്കാ മുശ്രിക്ക, ഈ തൊഴിയൂര മുസ്ലിം അല്ലേ എന്നൊക്കെ ആയിരിക്കും മുസ്ലിം ചോദിക്കുക. അല്ല ഉസ്താദ്, നിങ്ങളൊന്ന് പറയും എന്നൊന്ന് പറയിപ്പിക്കും നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ. അങ്ങനെ യുവാക്കളുടെ എനർജി ചെലവഴിക്കണ്ടേ? ഉസ്താദെ, സഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഹജ്ജ് എന്ന് പറയുന്ന ഒരു ബാബുണ്ടോ? കിതാബുൽ ഹജ്ജ്, ഹജ്ജിനെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്തുണ്ടോ? ഉണ്ട്, ഉണ്ട്. ആ തൽബിയത്ത് എന്താ? കേട്ടോളി. ആ തൽബിയ അബൂജഹൽ ചൊല്ലിയ തൽബിയത്ത് അബൂബക്കർ സിദ്ദീഖ് അല്ല, ഉമർ ബിൻ ഖത്താബ് അല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ അല്ല, അലി ഇബ്നു അബീ ത്വാലിബ് അല്ല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ അല്ല, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അല്ല, അബൂ മൂസ അശ്അരി അല്ല. പിന്നെ ആരാ? അബൂജഹൽ, അബൂലഹബ്, വലീദ് ഇബ്നു മുഗീറ. അവര് ചൊല്ലിയ തൽബിയത്ത് സഹീഹ് മുസ്ലിമില് എന്താ അതിലുള്ളത്? കേട്ടോളൂ. ആരാ അത് പറയണത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ഞാനും റസൂലുള്ളയും
സല്ലല്ലാഹു അലൈഹി വസല്ലം കാബത്തിനടുത്ത് നിൽക്കുകയാണ്. ഞാനും എന്റെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നബിയും ഞങ്ങളോടൊപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നപ്പോ മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്തും ചൊല്ലി വരികയാണ്, കാബത്തിലേക്ക് വരികയാണ്, ഹജ്ജ് ചെയ്യാൻ വരികയാണ്. എന്താ അവരുടെ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു എന്ത്? ഉടനെ റസൂലുള്ളാഹി കേറി റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, കേട്ടോളൂ ആ ഭാഗം എങ്ങനെയാണ്. ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും കദിം കദിം, മതി 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 മതി, ബാക്കി ചെല്ലണ്ട. അവരെന്തേ ആദ്യം ചൊല്ലിയേ? അത് റസൂലുള്ളാഹി അംഗീകരിക്കുകയാണ്, അത് റസൂലുള്ളാഹി അംഗീകരിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കും. മുശ്രിക്കുകൾക്കൊരു സ്പെഷ്യൽ അല്ലാഹ്. അങ്ങനെയാണ് എവിടെന്ന് പറഞ്ഞത്? എവിടെന്ന് പറഞ്ഞ നമ്മുടെ തൊട്ടടുത്ത് ഞാൻ പ്രസംഗിച്ചിരുന്നു, യമനേക്കാട്. അവിടെ പ്രസംഗിച്ചപ്പോൾ മുസ്ലിയാർ പറഞ്ഞ എന്താ? മക്കാ മുശ്രിക്കുകൾ അല്ലാഹ് ഒരു വേറല്ലയാണ്, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അല്ലാഹ് വേറെയാണ്. ഞാൻ പറഞ്ഞുതരപ്പോ തന്നെ പറഞ്ഞുതരാം, ആണോ അല്ലേ? ആണോ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അബൂജഹലും കൂട്ടരും വന്ന് പറയണെന്താ? അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു അല്ലാഹ്, നിനക്ക് പങ്കുകാരില്ല അല്ലാഹ്. അത് പറയുമ്പോൾ റസൂലുള്ളാഹി പറയാം, മതി മതി, അതാണ് തൗഹീദ്, അതാണ് ഞാൻ പഠിപ്പിക്കുന്ന തൗഹീദ്. ഇനി നിങ്ങളെ വക ഒരു വാൽക്കഷ്ണുണ്ട്, അത് വേണ്ട. നിങ്ങളെ വകയുള്ള വാൽക്കഷ്ണം വേണ്ട. എന്താണ് വാൽക്കഷ്ണം? എന്താണ് ആ വാൽക്കഷ്ണം? ആ വാൽക്കഷ്ണം വേണ്ട, അത് പറയണ്ട, അത് നാശാണ്. ഇനി ഞാൻ ഒരു അല്പം ശാന്തമായ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവിടുത്തെ മുസ്ലിങ്ങളോട്, ഈ തൊഴിയൂരുള്ള മുസ്ലിങ്ങളോട്. എന്താ റസൂലുള്ളാഹി പറയണ്ട എന്ന് പറഞ്ഞ്? നിങ്ങൾക്ക് നാശാണ്, ആ വിശ്വാസമാണ് നിങ്ങൾക്കുള്ളെങ്കിൽ അത് നാശത്തിലാണ്, കുഴപ്പത്തിലാണ്, ശിർക്കാണ്. പറയരുത്, ചെയ്യരുത്, ആവരുത്, നാശമാണ് എന്ന് നബി ഏത് വിശ്വാസത്തെ കുറിച്ചാ പറഞ്ഞ്? ഉസ്താദുമാർ അള്ളാനെ ഓർത്തിട്ട് ദുനിയാവിലെ പൈസയും ആർഭാടവും തീറ്റയും സന്തോഷവും സൗഭാഗ്യവും AC കാറും ഒക്കെ മറന്ന് ആഖിർ ഓർത്തിട്ട് ശരിക്കൊന്ന് പറഞ്ഞേ. എന്താ റസൂലുള്ളാഹി പറഞ്ഞേ? ആ അവസാന ഭാഗം വേണ്ട. എന്തേ ഓല അവസാന ഭാഗം? ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. ഇതിങ്ങനല്ല എന്ന് പറയാൻ ധൈര്യമുള്ള മുസ്ലിയാരുണ്ടേ ഇങ്ങോട്ട് വരാം ശാന്തമായി. സ്വഹീഹ് മുസ്ലിമിൽ ഇങ്ങനല്ല, ഈ പറഞ്ഞ അർത്ഥമല്ല, ഈ പറഞ്ഞ ആശയല്ല, ഇങ്ങനൊരു വിശ്വാസം അവർക്കില്ല, ഇത് മുജാഹിദ് ബാലുശ്ശേരി വെറുതെ പറയാണെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ വരാം, നിങ്ങൾക്ക് ഞാൻ അത് വിശദീകരിക്കാൻ അവസരം തരും. ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. ഒന്ന് ഉസ്താദിനോട് അർത്ഥമൊക്കെ പറഞ്ഞു നോക്കി മക്കളെ. എന്തതിനർത്ഥം? ആദ്യ അബൂജഹൽ വന്നിട്ട് പറയുന്നത് എന്താ? അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല. അത്രയും പറയുമ്പോൾ റസൂലുള്ളാഹി പറയണത് കറക്റ്റാണ്, മതി, അതാണ് ഇസ്ലാമിന്റെ തൗഹീദ്, അതാണ് യഥാർത്ഥ ദീൻ. എന്നാ വേറൊരു വാൽക്കഷ്ടം അവർ പറയാൻ, അത് നാശമാണെന്നാണ് മുത്തുനബിയുടെ നാവ് കൊണ്ട് പറയുന്നത്. മുത്തുനബിയുടെ നാവ് കൊണ്ട് മുത്തുനബി പറയുന്നത് ആ വിശ്വാസം നാശാണ്. ഏത് വിശ്വാസം മക്കളെ? ഏത് വിശ്വാസം സഹോദരങ്ങളെ? ഏത് വിശ്വാസം അനുജന്മാരെ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിനക്ക് ഒരു തരത്തിലുള്ള കൂറുകാരുണ്ട്. അമ്പിയാക്കൾ, ഔലിയാക്കളാകുന്ന കൂറുകാർ, മഹാന്മാരാകുന്ന കൂറുകാർ, നീ മുഅ്ജിസത്തും കറാമത്തും നൽകിയവർ. അവരുടെ പ്രത്യേകത എന്താ? അവരുടെ പ്രത്യേകത അവർക്ക് സ്വന്തമായിട്ട് ഒരു കഴിവില്ല. എന്തൊക്കെ അവർ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ നീ കൊടുത്തതാണ്. അവരുടേതായ ഒന്നും അവരെടുത്തില്ല, എല്ലാം നീ കൊടുത്തതാണ് പടച്ചോനെ. അവർക്ക് സ്വന്തമായ ഒരു കഴിവില്ല. അല്ലാഹ് ഒന്നുകൂടെ ക്ലിയർ ആക്കാം. അല്ലാഹുവേ, ഇബ്രാഹിം നബി സ്വയം പര്യാപ്തതയുള്ള ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അബൂജഹൽ പറയണേ, അബൂലഹബ പറയണേ, ഇബ്രാഹിം നബിക്ക് നീ കൊടുത്ത കഴിവിൽ നിന്നാണല്ലാ ഞാൻ ചോദിക്കുന്നത് എന്ന് അബൂജഹൽ. എന്നിട്ടും എന്തിന് ആ അബൂജഹലിന്റെ ബദറിന്റെ രണഭൂമിയിൽ പ്രവാചകന്റെ അനുയായികൾ വാള് വെച്ച് ചിരസരിഞ്ഞു എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇത് കേരളത്തിലെ ഇന്ന് സമസ്തക്കാർ വിശ്വസിക്കുന്ന വിശ്വാസം ദീനാണെങ്കിൽ അബൂജഹലാണ് കറക്റ്റ്, മുഹമ്മദ് നബി റോങ് ആണ്. ദെൻ പോയിന്റ് ശരിക്കും മനസ്സിലാക്കണം. അബൂജഹലിന്റെ വിശ്വാസം എന്താ? മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം എന്താ? സ്വയം പര്യാപ്തതയുള്ള ദൈവന്ന, അള്ളാനെ പോലത്തെ ദൈവന്ന അല്ല, അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് മൊയ്തീൻ ഷെയ്ഖ് സഹായിക്കും. ആണല്ലോ? അല്ലാന്ന അഭിപ്രായം ഇല്ലല്ലോ. അല്ലാന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ തെളിവ് ഉദ്ധരിക്കും.
നിങ്ങളെ പുസ്തകം ഉദ്ധരിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് കൊട്ടക്കണക്കിന് പറയലല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. തെളിവ് ഉദ്ധരിക്കും. ഖുതുബിയത്ത് പാറന്നൂർ PP മൊയ്തീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ പരിഭാഷ 24-25 പേജ്. അതിലെന്താണ്? ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റബ്ബാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെന്താണ്? അല്ലാഹ് അദ്ദേഹത്തിന് കൊടുത്ത കഴിവിൽ നിന്ന് അദ്ദേഹം സഹായിക്കുമെന്ന വിശ്വാസത്തോടെ തേടിയാൽ അത് ശിർക്കാവൂല. എങ്കിൽ ഞാൻ പറയുന്നത് ഒന്നാമത്തെ മുവഹിദ് മക്കയില് അബൂജഹലാണ്. അതിനെ എതിർത്ത ധിക്കാരി പ്രൊഫറ്റ് മുഹമ്മദ്. നഊദു ബില്ലാഹ്. ആലോചിച്ച് അബൂജഹൽ നബിയോട് എന്താ പറഞ്ഞു? നബിയെ, ഞങ്ങൾ ഈ ലാത്ത രണ്ടല്ലേ ഒരല്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല. ലാത്തക്കും മുസ്സക്കും മനാത്തക്കും അല്ല കൊടുത്ത കഴിവാ. ഇല്ല ശരീക്കൻ ഹുവ ലക തംലികുഹു വമാ മലക. മനസ്സിലായോ? ഇനി ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വിശ്വാസം എന്താ? ഈ അബൂജഹലിന്റെ വിശ്വാസം. ഇന്ത്യയിലെ ഒരു മറ്റേ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താ? ഈ അബൂജഹലിന്റെ വിശ്വാസം. ഞാൻ തെളിവ് പറയാം, കേട്ടോളൂ. തെളിവ് പറയാം, കേട്ട് ശ്രദ്ധിച്ചോളൂ. ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം, K. പരമേശ്വരൻ പിള്ള. ആ പുസ്തകത്തിന്റെ 148-ാമത്തെ പേജ്, 21-ാം അധ്യായം, 3-ാമത്തെ പാരഗ്രാഫ്, 1-2 വരി. എന്തിലുള്ളത്? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി ഈ ഹിന്ദു സമൂഹത്തെ സഹായിക്കാൻ കഴിവില്ല. പിന്നെയോ സാക്ഷാൽ സർവശക്തനായ നാഥൻ ഒരു പുല്ല് നീക്കാൻ പോലും ദേവിക്ക് കഴിവില്ല. ആ കഴിവ് കൊടുക്കണ അല്ലയാണ്. ഇതേ വിശ്വാസമാണ് അബൂജഹലിന്. ഇതേ വിശ്വാസമാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗത്തിന്. മൊയ്തീൻ ഷെയ്ഖിന്റെ ഒരു ചെറുവിരൽ പോലും ചലിക്കുന്നില്ല അല്ല കഴിവ് കൊടുത്തിട്ടല്ലാതെ. എങ്കിൽ എന്നോട്, ഞാന് ഈ തൊഴിയൂരന്റെ പ്രസംഗം കേൾക്കുന്ന സത്യവിശ്വാസികളെ, പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അബൂജഹൽ വിശ്വസിച്ച അതേ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ അല്ല നിങ്ങളോട് സ്വർഗം തരും? അബൂജഹലിന് നരകം കൊടുക്കാൻ തീരുമാനിച്ച അല്ല നിങ്ങൾക്ക് സ്വർഗം തരുമോ? അങ്ങനെ രണ്ട് സമീപനം അല്ലാഹ് ഉണ്ടാവോ? ഒരാൾ ചെയ്ത ശിർക്കും അതേ പണി അബൂബക്കർ ചെയ്ത തൗഹീദും ആവോ? അബൂജഹൽ ചെയ്ത അതേ പണി അബൂബക്കർ ചെയ്താൽ അത് അല്ലാഹ് തൗഹീദായി സ്വീകരിക്കോ? ബുദ്ധി കൊടുത്താലോചിക്കുക. നമുക്കൊരൊറ്റ ജീവിതമുള്ളൂ ഇവിടെ, പിന്നെ പരലോകത്തേക്ക്, പിന്നെ രക്ഷയില്ല. ഒരു നായിക അല്ലാഹു പിന്തിച്ചിടില്ല. ഒരു നായിക സർവശക്തനായ റബ്ബ് നമ്മളെ പിന്തിച്ചിടുകയില്ല ഒരിക്കൽ പോലും. എല്ലാരും മനസ്സിലാക്കണം, ഒരു നായിക പോലും. ആ മരിക്കണതിനിടക്ക് അതേ സൂറത്ത് അൻആം 6-ാം അധ്യായം 96-ാമത്തെ വചനം. ഉമ്മ പ്രസവിച്ച അവസ്ഥയിൽ യുവാക്കളെ, തൊഴിയൂരന്റെ പ്രസംഗം കേൾക്കുന്ന യുവാക്കളെ, അങ്ങ് കേബനിൽ പള്ളിയുടെ മേലെ കയറി കേൾക്കുന്ന ഉസ്താദുമാരെ, നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ചേലാക്രമം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി ലോകനാഥന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. 19-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. ആ വചനപ്രകാരം നരകത്തിലെത്താതിരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. ഇനി മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താ? അല്ലാഹ് പറയട്ടെ, ഞാൻ പറയണില്ല. റഹ്മാനായ റബ്ബ് പറയട്ടെ. അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്. ഇന്ന് നിങ്ങൾ സുന്നി പരിഭാഷ എടുത്ത് നോക്ക്. പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങളുടെ പരിഭാഷ, KB മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിന്റെ പരിഭാഷ, അബ്ദുള്ള മുസ്ലിയാർ മാട്ടൂലിന്റെ പരിഭാഷ, റഹ്മത്തുള്ള കാസിമിയുടെ മലയാള പരിഭാഷ, ഇതൊക്കെ ഒന്ന് എടുത്തു നോക്ക്. അല്ലെ ഖാദിയാരി ഇമ്പിച്ചിക്കോയ ഖാദിയാരുടെ പരിഭാഷ ഒക്കെ എടുത്തു നോക്ക്. 39-ാം അധ്യായം 3-ാമത്തെ വാചകം എന്താ? മക്കയിലെ മുശ്രിക്കുകൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ മഹാന്മാരെ വിളിക്കുന്നില്ല, അള്ളാഹുവിലേക്ക് ഇവരെ ഞങ്ങൾ അടുപ്പിക്കും എന്ന വിശ്വാസത്തിലല്ലാതെ. ഞങ്ങൾ എന്തിനാ ലാത്തയെ വിളിച്ചത്? ഞങ്ങൾ എന്തിനാ ഇബ്രാഹിം നബിയെ വിളിച്ചത്? ഇബ്രാഹിം നബിയും ലാത്തയും മുസ്സയും അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും. മനസ്സിലായോ? അള്ളാഹുവിലേക്ക്
ഈ മഹാന്മാർ ഞങ്ങൾ അടുപ്പിക്കും. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താ? ഒരു വിഭാഗത്തിന്റെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ, റിഫായി ഷെയ്ഖിനെ വിളിച്ചാൽ, മമ്പർദങ്ങളെ വിളിച്ചാൽ അവർ ഞങ്ങളെ പടച്ചോനിലേക്ക് അടുപ്പിക്കും. അല്ലേ? ഈ വിശ്വാസം മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. ഈ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം നമുക്ക് എങ്ങനെ ഉണ്ടായി? ഇപ്പൊ നിങ്ങൾ ഈ നബിദിനത്തിന്റെ ഭാഗമായിട്ട് മുക്കം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ മുക്കത്ത് വലിയൊരു കാബ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇനി എല്ലാരും മക്കത്തേക്ക് വേണ്ട, മുക്കത്ത് ആ കേരളത്തിൽ ഇപ്പൊ നബിദിനത്തിന്റെ ഭാഗമായിട്ട് പ്രത്യക്ഷപ്പെട്ട AP സുന്നിയുടെ പോസ്റ്റർ എന്താ? സ്വർഗം മഹോന്നതമാണ്, എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം മദീനയാണ്. എങ്ങനെയുണ്ട്? ഭ്രാന്തന്മാരാണ് നിങ്ങള്, വട്ടങ്ങൾക്ക് നിങ്ങൾക്ക് ദീനറിയില്ല. ഞാനിത് ഉറപ്പിച്ച് പറയണം. ഒരാള് പറയണ എനിക്ക് സ്വർഗത്തേക്കാൾ മഹോന്നതം മദീനയാണ്. എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞു എവിടെ ആളുകൾ എത്തിയത്? ആളുകൾ എവിടെ എത്തിയത്? എനിക്ക് അള്ളാഹിനേക്കാളും ഇഷ്ടം റസൂലിനോടാണ് എന്ന് ഇക്ബാല് പറഞ്ഞു. സമദാനിയുടെ പ്രസംഗം. എനിക്ക് അള്ളാഹിനോടുള്ളതിനേക്കാൾ ഇഷ്ടം റസൂലിനോടാണ്. അതോട് ആര് പറഞ്ഞു? ഇക്ബാല് പറഞ്ഞു. അതോടുകൂടി ഇസ്ലാം എന്ന് പുറത്തുപോകൂലേ? ഇസ്ലാം എന്ന് വമിനന്നാസി, മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട് അള്ളാനെ സ്നേഹിക്കുന്ന പോലെ പടപ്പുകളെ സ്നേഹിക്കുക. അതായത് നബീനോടും അള്ളഹാനോടും തുല്യ സ്നേഹം, എങ്കിൽ പോലും അവൻ മുശ്രിക്കാ. സൂറത്ത് ബഖറ 165. പിന്നല്ലേ അള്ളാഹിനേക്കാൾ റസൂലിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാലോ? കഴിഞ്ഞിലെ കഥ. ഇസ്ലാമിന്റെ ഇഷ്ടത്തിന് പോലും സ്നേഹം കൊണ്ട് എനിക്ക് കണ്ണുണ്ടില്ല, അല്ലേ? സ്നേഹം കൊണ്ട് കണ്ണുണ്ടില്ലേ? അതല്ല, സ്നേഹത്തിന് അതിരുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു ലളിതമായൊരു വാക്കിലൂടെ. ഒരാൾക്ക് ഭാര്യനോട് തോന്നുന്ന എല്ലാ ഇഷ്ടവും ഉമ്മാനോട് തോന്നിയാലോ? ഇഷ്ടാണ്, ആത്മാർത്ഥമായിട്ട് എന്റെ അമ്മ ബെഡിൽ എന്റെ കൂടെ കിടന്നിരുന്നെങ്കിൽ എന്നൊരുത്തം വിചാരിച്ചാലോ? ഓനെപ്പോലെ വൃത്തികെട്ട മനസ്സ് വേറൊരുത്തനുണ്ടോ? ഓൻ പറയണത് എന്റെ അമ്മച്ചിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്റെ കെട്ടിയോളോടുള്ള അതേ ഇഷ്ടം, എന്റെ കെട്ടിയോളെ ചുംബിക്കുന്ന പോലെ എനിക്ക് എന്റെ അമ്മനെ ചുംബിക്കണം എന്ന് പറഞ്ഞാലോ എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചാലേ മനുഷ്യന്മാര്. ആ സ്നേഹം ആരെങ്കിലും ഇവിടെ പരിഗണിക്കോ? ആരെങ്കിലും ആ സ്നേഹം പരിഗണിക്കോ? ഒരാള് പറയണം എന്റെ ഭാര്യനെ പോലെ തന്നെയാണ് എനിക്ക് എന്റെ മോള്. എങ്ങനെ ഉണ്ടാവും? അപ്പൊ സ്നേഹത്തിന് അതിർവരമ്പുകളുണ്ട്, സ്നേഹത്തിന് മാനദണ്ഡമുണ്ട്, സ്നേഹത്തിന് പരിധിയുണ്ട്, സ്നേഹത്തിന് ഹദ് വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് കിടക്കാൻ പാടില്ല. അള്ള വെച്ച അതിർവരമ്പുണ്ട് അതിനൊക്കെ. ഒരാൾക്ക് അള്ളാഹിനേക്കാൾ ഇഷ്ടം റസൂലിനോടാണെങ്കിൽ മുസ്ലിം അല്ല. അതാണ്. ഒരാൾക്ക് ഉമ്മാനേക്കാളും അല്ല ബാപ്പാനേക്കാൾ അള്ളാഹിന്റെ റസൂലിനേക്കാളും അള്ളാഹിനേക്കാളും ഒരാൾക്ക് ഇഷ്ടം ഓന്റെ കൂട്ടുകാരനാണെങ്കിലോ ഓന്റെ കഥ കഴിഞ്ഞില്ലേ ഇസ്ലാമില്? സൂറത്ത് തൗബ 24-ാമത്തെ ആയത്ത്. അന്നബിയു, അള്ളാഹിന്റെ റസൂൽ സൂറത്ത് അഹ്സാബിലെ 6-ാമത്തെ വചനം. നബി ഒരാൾക്ക് അയാളെക്കാൾ ഇഷ്ടപ്പെടവനാകണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്. റസൂൽ എന്താ പറഞ്ഞു? മുഅ്മിനായിട്ടില്ല ഉമറേ, മുഅ്മിനായിട്ടില്ല. ലാ യുഗ്മിനു അഹദുക്കും ഹത്താ അകുന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ വമാ ആതാകും അർ-റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻദൂ. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لكم الخيرة من أمره ومن يعص الله ورسوله فقد ضل ضلالا مبينا قل إن كنتم تحبون الله فاتبعوني يحببكم الله يغفر لكم ذنوبكم والله غفور رحيم. എത്ര ഖുർആനിക വചനം! എന്താ പറഞ്ഞത്? എന്താ? ഒരാൾക്ക് അള്ളയും റസൂലായിരിക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അള്ള മേലെ, റസൂല് താഴെ, റസൂലിന്റെ താഴെ മാതാപിതാക്കള്, ഗുരുനാഥന്മാർ, ഭാര്യ, മക്കൾ, ഇങ്ങനെ ആണ് ഇസ്ലാം. സൂറത്ത് തൗബ 9-ാം അധ്യായം 24, 59-ാം അധ്യായം 7-ാമത്തെ വചനം, 33-ാം അധ്യായം 36-ാമത്തെ വചനം, 33-ാം അധ്യായം 21-ാമത്തെ വചനം, 3-ാം അധ്യായം 31, 32 വചനം, 6-ാം അധ്യായം 59 വചനം, 6-ാം അധ്യായം 63, 6-ാം അധ്യായം 64, 6-ാം അധ്യായം 65, 6-ാം അധ്യായം 69, 6-ാം അധ്യായം 80-ാമത്തെ വചനം. ഒരാൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനോട് റസൂലിനോട് ആയിരിക്കും. മനസ്സിലായോ? സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരാൾക്ക് ഈമാനിന്റെ മാധുര്യം ഉണ്ട് എന്നുള്ളതിൽ ഏറ്റവും വലിയ അടയാളം എന്താ?
അള്ളയും റസൂലും കഴിച്ചിട്ടല്ലാതെ അയാളുടെ വീട് അയാൾക്ക് വലുതല്ല, അയാളുടെ ബിസിനസ് അയാൾക്ക് വലുതല്ല, അയാളുടെ കണ്ണിലുണ്ണി അയാൾക്ക് വലുതല്ല, അയാളുടെ എസ്റ്റേറ്റ് അയാൾക്ക് വലുതല്ല. അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അല്ലേ? അല്ലെ? അങ്ങനെയല്ലേ? റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം നബിയ. അല്ലേ? എത്ര കൃത്യമാണ്! അങ്ങനെ ഇഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുക. ആണ് ഇസ്ലാം മാനവതയെ പഠിപ്പിച്ച്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട്, ഞാനിവിടെ നോക്ക്, അള്ളാന്റെ ഖുർആൻ മുന്നിലെടുത്തു വെക്കുക, ഒരു മുസ്ലിയാർ അപ്പുറത്ത് നിർത്തുക, അല്ലല്ലാത്ത ഒരു നബീനെ മരണത്തിന് ശേഷം വിളിച്ചൊരായത്ത് തരി മൊയ്ലിയാരെ അറിയാം, കാണിക്കാൻ കഴിയില്ല. അതാണ് എന്റെ ധൈര്യം. ഇതൊരു ധൈര്യ. മൊയ്ലിയാരെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടിയാൽ അങ്ങനെയുണ്ട് വാദം. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച പയ്യന്മാരോട് ചോദിച്ചു, മൊയ്തീ ഷഹീന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടാലോ, അതിനെന്താ കുഴപ്പം? നമ്മൾ കുഴപ്പമില്ല, നരകത്ത് പോകും, അത്രയേ ഉള്ളൂ. അതിനൊരു കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമില്ല. ഏയ് എന്താ സംഗതി? നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഖുർആനിൽ? ഞങ്ങൾക്ക് എണ്ണിയോട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബി ഗ്ഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് വലാ തസിദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. എത്ര പ്രാർത്ഥനകൾ! റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവായിദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലേ? റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. എത്ര പ്രാർത്ഥന! റബ്ബി റബ്ബി നോക്കൂ, റബ്ബനാ റബ്ബി റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽഖി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്വാലിഹീൻ. റബ്ബനാ, വീണ്ടും പറയുകയാണ്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ. വേറൊരു സ്ഥലത്ത് പറയുന്നു, റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി. എത്ര സൂറത്ത് ത്വാഹയിൽ എവിടെയൊക്കെ 7-ാം അധ്യായം 23-ാമത്തെ വചനം, അതുപോലെ 71-ാം അധ്യായം 28-ാമത്തെ വചനം, സൂറത്ത് ബഖറ 126, 127, 128, 129, 30-ാം അധ്യായം 100-ാമത്തെ വചനം, 20-ാം അധ്യായം 25 മുതൽ 28 വരെ ഉള്ള വചനം. ഏതേത് വചനവും റബ്ബനാ റബ്ബനാ റബ്ബനാ, ഞങ്ങളുടെ പരിപാലകനായ അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നാഥ, നിന്നോട് സങ്കടം പറയുന്നു നാഥ എന്നതല്ലാതെ ഇബ്രാഹിം നബിയുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട് എന്നെ സഹായിക്കണേ നാഥ എന്നൊരു പ്രാർത്ഥന ഖുർആനിലില്ല. നോക്കൂ, റബ്ബി വേറൊരു സ്ഥലത്ത് 46-ാം അധ്യായം 15-ാമത്തെ വചനം, റബ്ബി ഔസീനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംതു അലയ്യ വഅലാ വാലിദയ്യ വഅന്നഅമലൻ സ്വാലിഹൻ തർലാഹു. എല്ലാ റബ്ബിനോട് നിങ്ങൾ ഈ മഹലിൽ ചെന്നിട്ടൊരു മൊയ്ലിയാരെ വിളിച്ചിട്ട് മുന്നിൽ നിർത്തുക. നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, വിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ ദുആ ഉണ്ട്, ഔലിയാക്കളുടെ ദുആ ഉണ്ട്, മറിയം ബീവിയുടെ ദുആ ഉണ്ട്, ആസിയ ബീവിയുടെ ദുആ ഉണ്ട്. ഏതെങ്കിലും ഒരു ദുആ ഇന്ന മഹാന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടെന്നൊന്ന് കാണിച്ചു തരും ഉസ്താദേ. ഉസ്താദിന് ഖിയാമത്ത് നാൾ വരെ തലയെക്കെട്ട് 1.5 ടെക്സ്റ്റൈൽസിലെ തുണി കെട്ടിയാലും ഉണ്ടാവില്ല, വരില്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കൂടെ? ശരിക്കും അങ്ങോട്ട് മനസ്സിലായിക്കൂടെ? ഇല്ല, നിങ്ങളെ ചതിച്ചതാ, നിങ്ങളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ചതാ നിങ്ങൾ ഉസ്താദുമാർ. നിങ്ങൾ പരലോകത്ത് എന്നിട്ട് പറയും, റബ്ബനാ ആതിൽ ളൈഫൈനി മിനൽ അദാബ്. പടച്ചോ, നിങ്ങളുടെ വഴിക്ക് പോലെ തലേ കയറി ഞങ്ങൾ നൃത്തം കളിക്കട്ടെ, ഓൾക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്ക റബ്ബേ. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ വരാനുണ്ട്. എന്തിന് നിങ്ങൾ ബേജാറാണ്? അല്ല എല്ലാം തരാൻ തയ്യാറാണെങ്കിൽ ഈ ലോകത്തെ മുഴുവനും അല്ല നിയന്ത്രിക്കുന്നു. എന്നിട്ടാണോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ? ഏറ്റവും ചുരുങ്ങിയ മനുഷ്യനെ ആലോചിച്ചൂടെ? അവനാന്റെ കിഡ്നി വരെ സംരക്ഷിക്കാൻ കഴിയാതെയാണ് സായിബാബ മരിച്ചുപോയത്. അതുപോലെ ഓമാനൂർ ശ്രോതാക്കള് മറ്റുള്ളവരൊരു മുട്ടിയെടുത്ത് തലക്കടിച്ചപ്പോൾ തടുക്കാൻ പോലും കഴിയാതെ മരിച്ചുപോയത്. ഓല വിളിക്കാൻ പാടുന്ന ഒരുത്തൻ AK-47 പിടിച്ച് വിളിയുടെ അറിയുമ്പോൾ ഓമാനൂർ ശ്രോതാക്കളെ ഒരു മുട്ടി തടുക്കാൻ പറ്റാത്തവര്. മനുഷ്യന്റെ ഒരു വിവരക്കേടുകളൊന്ന് ആലോചിച്ച് നോക്കി. അംസാർ റഹ്ലാനെ ശത്രുക്കൾ കൊന്നതാ, എന്നിട്ട് അംസാർ റഹ്ലാനെ വിളിച്ചു പ്രാർത്ഥിക്കാം, സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാത്തവരെ. മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി
ഉലൈക الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب ويرجون رحمته ويخافون عذابه ان عذاب ربك كان محذورا. അല്ലാഹുക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, അവരൊരാളും അവരിൽപ്പെട്ട ആളുകൾ തന്നെ നിങ്ങളെ ഉപദ്രവോ നിങ്ങളതോ തടയില്ല. നമ്മളിപ്പോ എനിക്കുള്ള രോഗം മാറ്റി തരണേ ഗുരുവായൂരപ്പ എന്ന് പറയും. രോഗം ഉണ്ടാക്കിയാരേ? രോഗം തന്നതാരാ? രോഗം തരുന്നത് ഒരാളും ഷിഫയാക്കുന്ന ഒരാളും ആണോ? ആണോ? രോഗകാരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളും രോഗം മാറ്റുന്ന ഒരാളുവാ. എന്റെ ദാരിദ്ര്യം മാറ്റി തരണേ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പനാണ് ദാരിദ്ര്യം ഉണ്ടാക്കിയതെങ്കിൽ ചോദ്യം എന്താ പ്രസക്തി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗുരുവായൂരപ്പനാ ദാരിദ്ര്യം ഉണ്ടാക്കി, എന്നിട്ട് ഗുരുവായൂരപ്പനോട് ചോദിക്കുന്നു. എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഓരോ കാര്യം ഓരോ സെപ്പറേറ്റ് ദൈവങ്ങളോട്. എന്നാൽ മനുഷ്യന് ഷർറും ഹൈറും തീരുമാനിക്കുന്ന പടച്ചോനാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. 50-ാം അധ്യായം 22-ാമത്തെ വചനം. എന്തായാലും പറയും, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഈ ഭൂമിയിൽ നിങ്ങൾക്കൊന്നും ഉണ്ടാവണില്ല, അതുപോലെ നിങ്ങളുടെ ശരീരത്തിലൊന്നും ബാധിക്കുന്നില്ല. എന്തായിക്കൊണ്ടല്ലാതെ? എല്ലാം ഈ ഭൂമിയിൽ അല്ലാഹു തീരുമാനിച്ചിട്ടല്ലാതെ. അപ്പൊ എല്ലാ കാര്യങ്ങളും പ്രപഞ്ചനാഥനിലേക്ക് വിടുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. നമുക്ക് എന്ത് പരാതികളുണ്ടൊക്കെ പടച്ചവനോട് പറയും. മനസ്സിന്റെ മുഴുവൻ തേട്ടങ്ങളും പടച്ചവനോട് പറയാം. ആ റബ്ബിലായിരിക്കണം നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും സകല കാര്യങ്ങളും നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത് ലോകനാഥനായ അള്ളാഹുവിലേക്കാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകനെ നമ്മളെ പഠിപ്പിച്ച അതാണ്. ആർക്കും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്, അൻഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും കുൻതും തവക്കുലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി. വല്ലാത്തൊരു പ്രയോഗമാണ് ഇത്. ജാമി തുർമുദിയിലെ 2266-ാമത്തെ ഹദീസാണ്. ലൗ അന്നകും കുൻതും തവക്കുലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പക്ഷികൾ നിങ്ങൾ കൃത്യമായ തവക്കുൽ അല്ലാഹുവിൽ ഉണ്ടെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ, കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകും. പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി അവ വൃക്ഷങ്ങളെ തേടി, കുന്നുകളെ തേടി, തായ്വരകൾ തേടി പോകുന്നു. അതുപോലെ മനുഷ്യരെ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ഒട്ടിയ വയറുമായി പ്രഭാതത്തിൽ പോകുന്ന പക്ഷികൾ വയറ് നിറച്ച് തിരിച്ചു വരുന്ന പോലെ നിങ്ങൾ റബ്ബിൽ തവക്കുൽ ചെയ്താൽ അവൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. അൻ ഇബ്നു അബ്ബാസ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു, അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു തഹജ്ജുദിന്റെ പ്രാരംഭത്തിൽ, അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ ഞാൻ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു, വബിക ആമൻതു, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, വഅലൈക തവക്കൽതു, നോക്കൂ ഞാൻ നിന്നിൽ എന്നെ ബരമേൽപ്പിച്ചിരിക്കുന്നു, എന്റെ സമസ്ത കാര്യങ്ങളും നോക്കുന്നത് നീയാണ് നാഥ. മാത്രവുമല്ല വഇലൈക അനബ്തു വബിക ഖാസംതു, നിനക്ക് വേണ്ടി ഞാൻ തർക്കിക്കുന്നു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്ന് പ്രവാചക തിരുമേനി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് സഹീഹ് മുസ്ലിം 4894 പറയുന്നു. സഹോദരങ്ങളെ, ഇതുപോലെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കുട്ടിയില്ലാത്ത സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹന അൽ-അദമു മിന്നി വസ്തഅല ar-റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. അതെ പടച്ചവനെ, എന്റെ ഭാര്യ വന്ധ്യയാണ്, എന്റെ ശരീരം ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നു, എന്റെ തലമുടി നിരബാധിച്ചിരിക്കുന്നു, പക്ഷേ വലം അകും ബിദുആഇക റബ്ബി ശഖിയ, നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ അശക്തനല്ല. ഇനി തൊഴിയൂരെ ഒരു APK സുന്നിപ്പെട്ട ഒരു മനുഷ്യനോട് ഞാൻ ചോദിക്കാം, നിങ്ങളോട് സ്നേഹമുള്ളോട് ചോദിക്കാം, ഭാര്യ വന്ധ്യയായി, നിങ്ങൾ വയോവൃദ്ധരായി,
നിങ്ങൾക്ക് അള്ളാഹുവിൽ തവക്കുലുണ്ടാവും, അള്ളാഹ് കുട്ടീനെ തരൂ. അപ്പോഴാ ചെല്ലി എവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാർത്ത്. അതുകൊണ്ടല്ലോ ചേന്നരയിലെ അബൂബക്കർ അള്ളാഹിനോട് പറയാതെ ഗുരുവായൂരപ്പനോട് പറഞ്ഞ്, വടക്കാഞ്ചേരിയിലെ അഹമ്മദാജി ഗുരുവായൂർ ചെന്ന് തുലാഭാരം നടത്തിയത്, ബഷീർ എന്ന ബാപ്പ ജസീറ എന്ന പെൺകുട്ടിക്ക് സി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രനടയിൽ 2005 നവംബർ 25 തുലാഭാരം നടത്തിയത്. ഈ വിശ്വാസമൊക്കെ ശിർക്കൻ വിശ്വാസമാണ്. ഇസ്ലാം സ്വീകരിച്ചല്ല, അത് ഇസ്ലാം പഠിപ്പിച്ചല്ല. അത് കുട്ടികളെ കിട്ടാൻ ഇബ്രാഹിം നബി ദർഗെ പോയിരുന്നോ? ഞങ്ങളൊന്ന് ഉദ്ധരിക്കും. കുട്ടികളെ കിട്ടാൻ 86 വയസ്സ് വരെ ജീവിച്ച ഇബ്രാഹിം നബി കുട്ടികളെ കിട്ടാൻ ഇന്ന മഹാന്റെ ദർഗെ പോയി നിങ്ങൾ പറ. ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ, സാദാത്യങ്ങള് അല്ലേ, ഒരുപാട് സംശുലമ്മമാര്, കമറുലമ്മമാര് കൊണ്ടുവരി. ഒരാളെ തെളിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തില്, മനുഷ്യന്റെ തെറ്റുകൾ തിരുത്തലാണ് സ്നേഹം. അതുകൊണ്ട് തെറ്റിന്റെ കൂടെ നിൽക്കലല്ല സ്നേഹം. അതുകൊണ്ട് അതിന് സ്നേഹസംഘം എന്ന് പേര് കൊടുത്തു. മനസ്സിലായോ? സാക്ഷാൽ സ്നേഹം എന്ന് പറയുന്നത് ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും തിന്മയിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തലാണ്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഏത് സമയത്തും പടച്ചോനിലാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. കുട്ടിനെ കിട്ടാൻ പ്രാർത്ഥിക്കേണ്ട രോഗം. 4 സ്ഥലത്താണ് ആ പദം വന്നത്. അർഹമുർ-റാഹിമീൻ. ഖുർആൻ, നീ പരമകാരുണ്യകരിൽ കാരുണ്യവാൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാ. എനിക്ക് രോഗം ബാധിച്ചു. 71-ാം അധ്യായം 83-ാമത്തെ 21-ാം അധ്യായം സൂറത്ത് അംബിയ 83-ാമത്തെ വചനം. അള്ളാനോടാണ് അയ്യൂബ് നബി രോഗം വന്നപ്പോ പ്രാർത്ഥിച്ചത്, അല്ലാതെ ദർഗയിലേക്ക് കൂടിയതല്ല, മന്ത്രിച്ചൂതി ചരട് കെട്ടിയതല്ല. അല്ല, അങ്ങനെ ഒരു കീഴ്വഴക്ക് ഇസ്ലാമിൽ ഇല്ല എന്ന് മാത്രമല്ല, അതിനെതിരെ ശബ്ദിച്ചു ഇസ്ലാം. ഐക്കല്ലിനെതിരെ, മന്ത്രിച്ചൂതിയ ചരടുകൾക്കെതിരെ, ദർഗകൾ കെട്ടി ഉയർത്തുന്നതിനെതിരെ ഈ ലോകത്തോട് റസൂലുള്ള വിട പറയുമ്പോൾ പ്രാർത്ഥിച്ച 2 പ്രാർത്ഥന ഏതാ? ഒരിക്കലും നിങ്ങൾക്ക് APK സുന്നില പ്രാർത്ഥന പറഞ്ഞു തരൂല. പറഞ്ഞ പോലെ കാറ്റുപോയില്ലേ, നിലപ്പ് എന്നയിമല. നബി അവസാനം പ്രാർത്ഥിച്ച 2 പ്രാർത്ഥന നിങ്ങൾക്ക് പഠിപ്പിച്ചൊരു ഉസ്താദ് എന്നൊന്നിപ്പോ ചെന്ന് പറഞ്ഞു നോക്കുക. പഠിപ്പിക്കാൻ കഴിയില്ല അവർക്ക്. എന്താ നബി അവസാനം പ്രാർത്ഥിച്ച്? അത് വഹാബിയുടെ പ്രാർത്ഥനയാ. എന്താ? അല്ലാഹുമ്മ ലാ തജിഅൽ ഖബരി ഈദാൻ. അതാ റസൂൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങളെ സാദാത്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും? ഇന്ന് വരെ ഏതെങ്കിലും ഒരു AP സുന്നിയുടെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് കേട്ടാൽ ഞങ്ങൾ പറയുന്ന പണിയെടുക്കും. ഈ ഹദീസ് ഉദ്ധരിച്ച് തന്നെ കേൾക്കാൻ കഴിയില്ല. പിന്നല്ലേ ബാക്കി. ഇനി ഇത് കേട്ടിട്ട് പോയിട്ട് സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്യുമെന്നുള്ളത് വേറെ വിഷയം. മനസ്സിലായോ? ഈ 2 പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റാത്ത? അതോ ദർഗയും നിങ്ങളും സയാമീസ് ഇരട്ടകളെ പോലെയാണ്. അതുകൊണ്ടാ ദർഗല്ലേ സമസ്തല്ല, സമസ്തല്ലേ ദർഗല്ല. ദർഗോ സമസ്തോ സുഖിനോ ഭവന്തു. ദർഗോ സമസ്തോ സുഖിനോ ഭവന്തു. ദർഗല്ലേ സമസ്ത ഉണ്ടോ? ആകെയുള്ള വരുമാനം അതാ. വേറെ അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനമൊന്നുമില്ല. മയ്യത്ത് വിറ്റ് കായ് ഉണ്ടാക്കി. ഇസ്ലാം ഏറ്റവും എതിർത്ത സമ്പ്രദായം ഇല്ലേ? ആർക്ക് എതിർക്കാൻ കഴിയും? ഞാൻ പ്രവാചകൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്നാ പറ റസൂലുള്ള ജനങ്ങളെ, ഈ ലോകത്തോട് വിട പറയുമ്പോ പ്രാർത്ഥിച്ചത് എന്താ? അല്ലാഹുമ്മ ലാ തുജിൽ ഖബരി ഈദാ, അല്ലാഹുമ്മ ലാ തുജിൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ അല്ലാ. പിന്നെ റസൂലിന്റെ 2ാമത്തെ പ്രാർത്ഥന എന്താ? എന്റെ ഖബറിടത്തിൽ ഉറൂസ് നടക്കല്ലേ, ഉറൂസ് എന്റെ ഖബറിടത്തിൽ നടക്കല്ലേ. അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ, ഉറൂസ് ദീനാണെങ്കിൽ നടക്കേണ്ടത് നബീന്റെ അടുത്തല്ലേ? ഡുണ്ടുണ്ടും പിപ്പി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബീന്റെ ദർഗയിലെങ്ങാൻ ഇസ്ലാമിലെ നേർച്ച. അബൂബക്കർ സിദ്ദീഖ് സുബഹിസ്കരിച്ചു, പെരുന്നാൾ ആഘോഷിച്ചു, റമദാനിലെ നോമ്പ് വെച്ചു. എന്തേ നേർച്ച നടത്താതിരുന്നത്? അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ. ഇവരിപ്പം നടത്തുന്ന നേർച്ച ഉണ്ടല്ലോ, ഇസ്ലാമിലൊരു നേർച്ച ഉണ്ട്, സുന്നത്തായത് നിർബന്ധമാകുന്ന ഒരു സംഭവം വേറെ. ഞാൻ ചോദിക്കുന്നത്, അബൂബക്കർ സിദ്ദീഖ് കഅബത്തിൽ എത്ര ആനയെ എന്നുള്ളിച്ചിരുന്നു നബീന്റെ ഉറൂസിന്? 2 വർഷം റബീഉൽ അവ്വൽ കടന്നുപോയില്ലേ? 2 വർഷവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സമ്മതിച്ചോ? 2 റബീഉൽ അവ്വൽ വന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര മുടി വെള്ളത്തിലിട്ട് കുടിപ്പിച്ചു സഹാബത്തിനെ കൊണ്ട്? ഒരു റിപ്പോർട്ട്, ഒറ്റ റിപ്പോർട്ട് പറയും. ഒരെണ്ണം. നമ്മളെ അബൂബക്കറിനെ കുറിച്ചല്ല ചോദിച്ചേ, കേരളത്തിലെ അബൂബക്കറിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചേ. മദീനത്തും മക്കത്തും ജീവിച്ച് സ്വർഗം 8 വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖ് 2 റബീഉൽ അവ്വൽ വന്നു.
നബീന്റെ മുടിയിട്ട വെള്ളം സപ്ലൈ ചെയ്തോ? തെളിവ് തരണം നിങ്ങൾ ഞങ്ങൾക്ക് തെളിവ് തരണം. ഇല്ല 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 അല്ലേ? ഇല്ല. ഇനി നബി മരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കൂല, ഞാൻ അവന്റെ തല ഛേദിക്കും, കാല് ഛേദിക്കും, കൈ ഛേദിക്കും എന്നൊക്കെ പറഞ്ഞ ആളാണല്ലോ ഉമർ ബിൻ ഖത്താബ്. 10 റബീഉൽ അവ്വൽ, ഖിലാഫത്തിന്റെ 10 കൊല്ലം, 10 റബീഉൽ അവ്വൽ ജന്മദിനം കൊണ്ടാടിയോ? നബിയുടെ മുടി പ്രസിപ്പിച്ചോ? എന്നിട്ട് ആനയെ നള്ളിച്ചോ? 10 വർഷം ജീവിച്ചിട്ട് ഓരോ വർഷവും ആണ്ട് നടത്തിയോ? നേർച്ച നടത്തിയോ? ഇല്ല. ഇതൊക്കെ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കൾ ചെയ്തതാണ്. അത് ഇവിടുത്തെ മാപ്പിളാർ ഏറ്റെടുക്കും. അതവിടെ ഉണ്ടായി. എന്താ ചാവടിയന്തരം? കണ്ണൂക്ക് ഇവിടുത്തെ ഹൈന്ദവരുടെ ആചാരമാണ്. എന്താ 40 ഇവിടുത്തെ ഹൈന്ദവരുടെ ആചാരമാണ്. അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ബസ് സ്റ്റോപ്പിൽ ഉസ്താദ് ഇങ്ങനെ നിൽക്കുകയാണ്, തലപ്പാവ്. അതിന്റെ അപ്പുറത്തൊരു പൂജാരി. നിങ്ങൾ എവിടുന്ന വരുന്നേ? ഞാനും മരിച്ചോലെ 3 കഴിച്ച് വരിക. നിങ്ങളോ? ഞാനും മരിച്ചോലെ 3 കഴിച്ച് വരിക. രണ്ടാളും. ഇതെന്താ? ഇത് ശ്രീകൃഷ്ണ ജയന്തി. ഇതെന്താ? ഇത് തോരണോ? ഇതെന്താ? നബിദിനം. ഈ തോരണോ? അത് അതേ സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങി. ഇതെന്താ? പള്ളി അലങ്കരിച്ച്. അത് ക്രിസ്ത്യൻ പള്ളി അലങ്കരിച്ച്. ക്രിസ്തുമസ്. അതെന്താ? പള്ളി അലങ്കരിച്ച്. അതിന് നബിദിനം. എന്താ വ്യത്യാസം? ക്രിസ്ത്യാനിയും ഹിന്ദും കേരളത്തിലെ സമസ്തയും തമ്മിൽ എന്താണ് വ്യത്യാസം? വേഷത്തിലല്ലാതെ കർമ്മത്തിലും വിശ്വാസത്തിലും എന്താണ് വ്യത്യാസം? നിങ്ങൾ പഠിച്ചോളി. നിങ്ങൾ പഠിച്ചിട്ട് പരലോകങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? സ്വർഗങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ മദീനയേക്കാൾ? എങ്കിൽ ആ സ്വർഗം കിട്ടണേ ദീനനുസരിച്ച് ജീവിക്കണം. ഇനി റസൂലുള്ള ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി പറഞ്ഞ ചില വാചകങ്ങൾ എന്താ? നിങ്ങളൊന്ന് ഉദ്ധരിക്കി. നബിയുടെ അന്തിമ നിമിഷത്തിൽ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് പ്രസംഗിപ്പിക്കും. നിങ്ങൾ ഉസ്താദുമാരെ കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. കഴിയില്ല, നിങ്ങൾക്ക് ആത്മാവുള്ളവന് കഴിയില്ലാതെ. എന്താ റസൂലുള്ള അവസാനം പറഞ്ഞേ? ലാനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അത് തൊടാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് വായിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങൾക്ക് ഉച്ചരിക്കാൻ പറ്റുമോ? അത് ആ ഹദീസ് വെച്ചിട്ട് ഒരു ഖുത്ബർത്താൻ പറ്റുമോ നിങ്ങൾക്ക്? ആ ഹദീസ് ഈ ഉമ്മത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്താ ഹദീസ്? ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇല്ല എന്ന് ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നെറ്റും സൗകര്യമുള്ള കാലത്ത്, ബുഖാരിയും മുസ്ലിമും പരിശോധിക്കാൻ സാധാരണക്കാർക്ക് കഴിയുന്ന കാലത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അത് എന്താ റസൂല് പറഞ്ഞു? ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹ് യഹൂദന്മാരെ ശപിച്ചിരിക്കുന്നു, നസാറാക്കളെ ശപിച്ചിരിക്കുന്നു. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അംബിയാക്കളുടെ കബറിടങ്ങൾ കെട്ടി ഉയർത്തി അവിടെ സുജൂദ് ചെയ്തു. അല്ലേ? ഇന്ന് കബറിടത്തിൽ സുജൂദ് നടക്കണില്ലേ? ഇത് ജൂത ക്രൈസ്തവ പാരമ്പര്യമാണ്. ഫാത്തിഹയിൽ നമ്മൾ എന്താ പറഞ്ഞേ? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. പടച്ചവനെ കോപിച്ച ജൂതന്മാരുടെ, പടച്ചവനെ വഴിവെച്ച ക്രിസ്ത്യാനികളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ നമ്മൾ പറഞ്ഞല്ലേ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളോട്, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് ഞങ്ങൾ പറയണമെന്ന് ശ്രദ്ധിക്കണം. ഈ വിശ്വാസങ്ങൾ ശരിയല്ല. പൊന്തി നിൽക്കുന്ന ഒരു കബറും തട്ടി നിരപ്പാക്കാതെ വിട്ടേക്കല്ലേ അലി എന്ന് റസൂലുള്ള അലി ഇബ്നു അബീ ത്വാലിബിനോട് പറഞ്ഞിട്ടില്ലേ? ആ ഹദീസിനെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ഉമ്മിൽ പറഞ്ഞിട്ടില്ലേ? ഫത്വൽ മുഈനിൽ പോലും പറഞ്ഞിട്ടില്ലേ ഖബർ കെട്ടി ഉയർത്തരുത്? അതുകൊണ്ട് ജനങ്ങളെ, ഉസ്താദുമാർ നമ്മളെ ചതിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരിലെ ഭൂരിപക്ഷവും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ്. അന്യായമായി തിന്നുന്നവരാണ്. സത്യം ഞങ്ങളോട് പറയും, റസൂലിനെ പോലും വിട്ട് പിട്ടടിച്ചില്ലേ ഒരു പുരോഹിതന് കേരള മണ്ണിൽ? റസൂലുള്ളാഹിനെ വിറ്റു. ഇനി സംശയിക്കേണ്ട വേറെയും ചില കാര്യമുണ്ട്. കാരണം അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല. അമ്പിയാക്കളെ അതേപോലെ അള്ളാഹു മണ്ണ് കിടത്തുന്ന. നാളെ ഏതെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് വലിയൊരു ജുബ്ബക്കുപ്പായ കെട്ടത് മുഹമ്മദ് നബിയാണ്, ഇതെനിക്ക് മദീനേന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നുകൂടായൊന്നുമില്ല. കാരണം ചെമ്പ് കിട്ടി, ചീനച്ചട്ടി എന്ന പിച്ചച്ചട്ടി കിട്ടി, റസൂലുള്ളാഹിന്റെ താടി രോമം കിട്ടി, ഒക്കുസ്തായിന് കിട്ടി. റസൂലുള്ളാഹിന്റെ താടി രോമം മൂപ്പർക്ക് മാത്രമേ ഇത് കൊടുക്കൂ, വേറെ ആർക്കും ഇത് കൊടുക്കൂല. മനസ്സിലായില്ലേ? അത് റബീഉൽ അവ്വലിൽ മാത്രം. കാരണം എന്താ? ആ കാലത്ത് ആ പാവപ്പെട്ടവന്റെ കീശ മിണുങ്ങാൻ പറ്റുക ചെമ്പൽ കൊള്ളക്കരികളെക്കാൾ നല്ലതാ. നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ചിന്തിരില്ല. ഞാൻ ഇവിടെ വഹിക്കണം. എത്രയോ സുന്നി പണ്ഡിതന്മാർ ഈ മണ്ണിൽ ജീവിച്ച് മരിച്ചു. കാന്തപുരത്തിന്റെ ഒക്കെ ഉസ്താദുമാര്. അവർക്കാർക്കും എന്താ ഇത് കൊടുക്കാതിരുന്നത്? അവർക്കാർക്കും എന്താ നബിയോട് സ്നേഹമില്ലാതിരുന്നത്? അവർക്കാർക്കും എന്താ ഒരു ഹസ്ര ചെയ്ത് എത്തിച്ചു കൊടുക്കാതിരുന്നത്? അത് നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കണം. ഇത് വ്യവസായമാണ് സുഹൃത്തുക്കളെ. ഇത് കൃത്യമായ വ്യവസായമാണ്.
താടിയും കിട്ടി, അത് മർക്കസിലുണ്ട് എന്നാ പറയുന്നത്. ഇനി താടിയിട്ട വെള്ള കുടിക്കണ്ടേ? മനസ്സിലായോ? മനസ്സിലായോ? ആരുടേതോ ചെങ്ങൈമാരെ ആ ചീനച്ചട്ടി കണ്ടറിയാ 2-3 കൊല്ലത്തിന്റെ പഴക്കേ ഉള്ളൂ. വേണ്ട, ആ പാത്രം നമുക്ക് തരട്ടെ. അതിന്റെ ഒരു കാലഗണന പരിശോധിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മർക്കസിൽ ഞാൻ വരാം. എന്നെ കൊല്ലാണ്ടെന്നാ മതി. മർക്കസിൽ ഞാൻ വരാം. ആ പാത്രം തരുമോ? അതിന്റെ കാലഗണന ഞാൻ തെളിയിച്ചു തരാം. ജനങ്ങളെ ചതിക്കുന്നു. യുവാക്കളെ, നിങ്ങളുടെ എനർജി ഈ പുരോഹിതന്റെ അന്ധവിശ്വാസത്തിനെതിരെ നിങ്ങൾ ചെലവഴിക്കണം. ഇത് കപടതയാണ്. ഉറപ്പാണ്. നബി തുപ്പിയ കോളാമ്പി ഉണ്ടായിരുന്നു. ചിലപ്പോൾ അടുത്ത കൊല്ലതെ കൊണ്ടുവരിക. മൂപ്പരെ കഴുത്ത് കെട്ടി തൂക്കിക്കോട്ടെ. പിന്നെ നബി ആയിഷ ബീവിക്ക് മിട്ടടിച്ചു കൊടുത്തിരുന്നു. അതിനുപയോഗിച്ച ചൂലും അത് അരയിലും കെട്ടിക്കോട്ടെ. വേറെയും കുറെ സംഗതി റസൂൽ ഉപയോഗിച്ചിരുന്നു. ആക്കെ കൊണ്ടുവന്നോട്ടെ. അങ്ങനെ ഒരു ആക്രിക്കടക്കാരന്റെ ലുക്ക് വല്ലാത്തൊരു ദുര്യോഗം തന്നെ ഈ കേരള ഉമ്മത്തിന്. ഇനി ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണം എന്താ വേണ്ടത്? നബിയെ വിട്ട് കാശുണ്ടാക്കി. ഞാൻ വേറെ ചോദിച്ചോട്ടെ, ഇതിന്റെ പേരിൽ ഒരു ഉറുപ്പിയും വാങ്ങൂലാൻ തീരുമാനിക്കാനുള്ള ധൈര്യം ഉണ്ടോ? ബർക്കത്തെടുത്തോടെ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ധൈര്യം ഉണ്ടാവോ? 40 കോടിയിലധികം പള്ളിന്റെ പേരും പറഞ്ഞുണ്ടാക്കി. എവിടെ പള്ളി? എവിടെ പള്ളി? എവിടെ തറക്കല്ല്? എവിടെ? ബാങ്കിലിട്ടിരിക്കുന്നു. സത്യത്തിൽ ഇതെന്താ സംഭവം? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. കരാറുണ്ടാക്കി. ഏത്? നോളജ് സിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കിയല്ലോ. ആ നോളജ് സിറ്റി നിലനിൽക്കാൻ വേണ്ടി അതിന് പണം വേണം. അതിന് പണം വേണേ സാധാരണഗതിയിൽ ജനങ്ങളോട് കിട്ടൂല. ആ നോളജ് സിറ്റിയുടെ നടുവിൽ റസൂലിന്റെ തിരുകേശം വെക്കുന്നു എന്നുള്ളൊരു നുണ പറഞ്ഞാൽ നബിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പാവപ്പെട്ട വിവരമില്ലാത്ത സാധാരണക്കാരില്ലേ, അവർ കൊടുത്തുപോവും. കരള് പറിച്ചു കൊടുക്കും. കിഡ്നി വിറ്റിട്ട് വരെ അവർ കാശ് കൊടുക്കും. അതറിഞ്ഞിട്ടും ആ പാവം പിടിച്ച ഭക്തരെ ചൂഷണം ചെയ്ത ഉസ്താദ് നിങ്ങൾ വരും. നാളെ മാശറയിൽ നിങ്ങൾ വരും. ഈ പാവപ്പെട്ടവരെ വഞ്ചിച്ചുകൊണ്ട് വരും ഉസ്താദ്. നിങ്ങൾ അവിടെ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭൗതിക ശരീരം എന്ന് പറഞ്ഞ് നിങ്ങൾ വിറ്റ ആസാറുകളുമായി റബ്ബിന്റെ മുമ്പിൽ തൊണ്ടി സഹിതം നിങ്ങൾ വരും. അന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും, അന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. മനസ്സിലായോ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ നാട്ടുകാരോട് പറയും. മുജാഹിദുകൾ തുറന്ന് കാര്യങ്ങൾ പറയും. മുജാഹിദുകൾ മാത്രമല്ല, അതിശക്തമായി ഈ കെ സുന്നികളും ഇത് എതിർക്കുന്നു. നമുക്കൊന്നിച്ചെതിർക്കാം. അല്ലെങ്കിലേ ഇത് നബിയിൽ അവസാനിക്കും നിങ്ങൾ വിചാരിക്കണ്ട. പല നബിമാരും പറഞ്ഞ് കൊണ്ടുവരും. മുമ്പർക്ക് ജീവിക്കണം. അള്ളാഹ് ആയുസ് ഇട്ട കാലം. മനസ്സിലായോ? പലപ്പോഴും നമുക്ക് എന്താ ആയുസ് വർദ്ധിക്കും തോറും മരണത്തെ പേടിയുണ്ടാകുക. ഇതൊരു കൂസലുമില്ല. ഞാൻ മരിക്കൂല എന്നങ്ങാണ്ട് വിചാരിച്ചായിരിക്കും. പ്രായേറാവുമ്പോ നമുക്കുണ്ടല്ലോ, പടച്ചോനെ ഏതായാലും ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന ഈ കാലയളവ് വരെ തെറ്റല്ലാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പാവപ്പെട്ടവനെ വഞ്ചിക്കല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ ജീവിതത്തിലെ അധ്വാനമോ കഷ്ടപ്പാടോ ഇല്ലാതെ പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്താൽ ഞാൻ ജീവിച്ചത്. അല്ലാഹുവേ എനിക്ക് പുറത്തിറങ്ങി പ്രാർത്ഥിക്കേണ്ട കാലം അത്. ആ കാലഘട്ടത്തിലാണ് ഈ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, കഴിഞ്ഞ കാല റമദാനിൽ ഇത് കിട്ടാതെ പോയ ഇവിടുത്തെ ഉസ്താദുമാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവർക്ക് ആരും കൊടുത്തില്ലല്ലോ. എന്തേ അദ്ദേഹത്തിന് മാത്രം ഇത് കിട്ടണത്? നബിയുടെ താടി ഹസ്രത്ത് ബാലുണ്ടോ? ഉണ്ടോ? വേറെ എവിടെങ്കിലും ഉണ്ടോ? അതൊക്കെ മൂപ്പർക്ക് മാത്രമാണ് കൊടുക്കുക. എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതുകൊണ്ട് ജനങ്ങളെ കുറച്ചൊക്കെ SLC വരെങ്കിലും നിങ്ങൾ പഠിക്കലില്ലേ? ഈ KP ആയാലും നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? ചതിക്ക് ഞങ്ങളെ എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നും. പക്ഷെ സത്യത്തിൽ എന്നോട് പല ആളുകളും സാർ നിങ്ങളെ പച്ചത്തെറി പറഞ്ഞ AP സുന്നിയായിരുന്നു ഞാൻ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്താ അങ്ങനെ കാര്യം പറയുമ്പോൾ ആളുകൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ഇന്നത് സ്വീകരിച്ച നാളങ്ങൾ നരകത്തിൽ ശിക്ഷ അനുഭവിക്കില്ല. അതാ നരകത്തിൽ എത്തരുത് ഞാനും നിങ്ങളും. അതിനെന്ത് വേണം? ഇസ്ലാം എന്താന്ന് ശരിക്കും പഠിച്ച് അതിനനുസരിച്ചുള്ളൊരു ജീവിതം നമ്മൾ ക്രമീകരിക്കണം. നമ്മളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്. ആദർശപരമായി വേർപെട്ടു പോയവരാണ്. നമുക്ക് തിരിച്ചു വരാം. ഇതൊക്കെ ഗൗരവപ്പെട്ട കാര്യം. ആരോടും വെറുപ്പില്ല, ആരോടും ഇല്ല. മറിച്ച് മനുഷ്യരെ ചതിക്കുന്നത് കാണുമ്പോ സഹിക്കാൻ വയ്യ. മനുഷ്യരെ ചതിക്കുന്നത് കാണുമ്പോ, ആളുകളെ വഞ്ചിക്കുന്നത് കാണുമ്പോ സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ് വളരെ വളരെ ഗൗരവമായി ജനങ്ങളോട് നമ്മൾ ഈ കാര്യം സവിസ്തരം വിശദീകരിക്കുന്നത്. ആളുകളോട് ഈ വിഷയം ജനങ്ങളെ ശരിക്കും പഠിപ്പിക്കുന്നത്. ഒന്നാമതായി ഏകനായ ദൈവത്തെ ശരിക്കറിയും. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളെ വർഗങ്ങളും ഗോത്രങ്ങളുമായൊക്കെ തിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങളിൽ ഏറ്റവും ആദരണീയനും ബഹുമാനിക്കപ്പെടുന്നവനും അള്ളാന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാണ്.
എനിക്ക് അവസാനിപ്പിക്കുമ്പോൾ 2-3 കാര്യം കൊണ്ട് പറയാനുണ്ട്. യുവാക്കളെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ, ഒരച്ഛൻ കൊണ്ടുവച്ച മദ്യം കുടിച്ച് 8 വയസ്സുകാരൻ മരിച്ചു. അതിന് മുമ്പത്തെ ദിവസം ഒരു ചെറിയ പൈതലിനെയും കൊണ്ടൊരു പിതാവ് ചെന്നു. എന്നിട്ട് അദ്ദേഹം കുട്ടിയെ പീഡികത്തിണ്ണയിലിരുത്തി പോയിട്ട് ബ്രാൻഡി വാങ്ങി കുടിച്ചു ബോധം കിട്ടി. ആ കുഞ്ഞിന്റെ കരച്ചിൽ പത്രദ്വാര നമ്മൾ അറിഞ്ഞു. വർദ്ധിതമായ തോതിൽ മദ്യപാനം ഉണ്ടാകുന്ന ചെറുപ്പക്കാർക്കിടയിൽ വ്യഭിചാരം സാർവത്രികമാകുന്നു. മൊബൈലിലൂടെയുള്ള വൃത്തികേടുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യമാരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. പരപുരുഷന്മാരില്ലാത്ത, പരസ്ത്രീകളില്ലാത്ത ആളുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഉന്നതന്മാരായ ആളുകൾ പോലും ആ രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കലാപങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പലിശ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള തിന്മകളുടെ വ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ഖുർആനിക വചനമുണ്ട്. ഇന്നല്ലാഹ ല യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അല്ലാഹുവിനെ മാറ്റില്ല. മാറാൻ നമ്മൾ തയ്യാറാകണം. ഒരു കാരണവശാലും സ്ത്രീധനം വാങ്ങൂല വിവാഹരംഗത്ത് എന്ന് യുവാക്കൾ ഉറപ്പിക്കണം. ഒരു കാരണവശാലും എന്റെ വിവാഹം ദൂർത്താവില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. വാത്തിദിൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബിനസ് സബീൽ വലാ തുബദ്ദിറു തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ. ഖുർആനിലെ 17-26-27 വചനങ്ങൾ. ദൂർത്ത് പിശാചിന്റെ കൂട്ടുകാർക്കേ ദൂർത്തടിക്കാൻ കഴിയും. ദൂർത്തടിക്കരുത്. അല്ലാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ ഒരു അബൂ ഖുബൈസ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അത് ദൂർത്തല്ല എന്നാണ് മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ പറഞ്ഞത്. അല്ലാഹുവിന്റെ മാർഗത്തിലല്ലാതെ അനാവശ്യമായി പണം ചെലവഴിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ വീടുകളിൽ ചാനലുകളിലൂടെ നമ്മുടെ മക്കൾ അനാവശ്യം കാണുന്നു. 18 വയസ്സിന് താഴെയുള്ള ആണിനും പെണ്ണിനും മൊബൈൽ കൊടുക്കില്ല എന്ന് തീരുമാനിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന വൻ ദുരന്തങ്ങൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നാം വിലയിരുത്തണം. ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള ശ്രമം നമുക്കുണ്ടാവണം. നമ്മുടെ എനിക്ക് ഈ പ്രദേശത്തെ, തൊഴിയൂർ പ്രദേശത്തെ മുസ്ലിമീങ്ങളോട് പ്രത്യേകമായി പറയാനുള്ള ഒരു ഉപദേശം ഇതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ പൂർണ്ണമായിട്ട് ഇസ്ലാമിലേക്ക് വരണം. ചിലപ്പോൾ താടി നീട്ടുന്ന 2 മേലെ തുണി ഉണ്ടാവും, പക്ഷേ പൈസന്റെ സാമ്പത്തിക ഇടപാട് വളരെ മോശമായിരിക്കും. അങ്ങനെ ഉണ്ടാവരുത്. സ്ത്രീധനം വാങ്ങൂല, എന്നാ അതിനുശേഷം വാപ്പാനെ ബുദ്ധിമുട്ടിച്ചോളെ, വാപ്പാനെ ബുദ്ധിമുട്ടിച്ച് എല്ലാം അടിച്ചെടുക്കുകയും ചെയ്യും. ഇങ്ങനെ പല കോലത്തിൽ ഇതൊന്നും നമുക്ക് പാടില്ല. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അയൽവാസികൾ പട്ടിണി കിടക്കാൻ പാടില്ല. അവർക്ക് ഭക്ഷണം എത്തിക്കേണ്ട ഒരു ഡ്യൂട്ടി നമുക്കുണ്ട്. രോഗികളെ സന്ദർശിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇനി ആദർശപരമായി APO, EKO, മുജാഹിദോ, വേറെ മുജാഹിദോ, എന്തായാലും മനുഷ്യരെന്ന നിലയിലുള്ള സൗഹൃദവും ബന്ധവും സലാം പറച്ചിലും ഒന്നും ആരും വിച്ഛേദിക്കരുത്. പഠിപ്പിച്ചു കൊടുക്കുക. ഉസ്താദേ, അല്ലെ മൗലവി, അല്ലെ സഹോദര, മുജാഹിദ് പ്രവർത്തക, അല്ലെ സുന്നി പ്രവർത്തക, അങ്ങനെ കണ്ടിട്ടോ സ്നേഹത്തോടാ പറയുന്നത് എന്ന് പറയാം. കടിച്ചു കീറേണ്ട ആവശ്യമില്ല. അവിടെ കണ്ടാ മിണ്ടാതെ പോകേണ്ട ആവശ്യമില്ല. മിണ്ടിയാലേ നന്നാവുള്ളൂ. എന്റെ അപ്പുറത്തൊരു ആദർശ എതിരാളി ഉണ്ട്, ഞാനോട് നന്നായി പെരുമാറില്ല. ഓനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ? ഓനെ ഞാൻ മിണ്ടുന്നതല്ല, സലാം തന്നെ പറയില്ല. പിന്നെ എങ്ങനെ നന്നാവും? തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. ഇവിടെ വിഷയം അവതരിപ്പിച്ചു ഞാൻ കൃത്യമായി പ്രമാണം പറഞ്ഞു. പ്രമാണം സ്ട്രോങ്ങിലല്ലാതെ വളച്ചു കെട്ടി പറയാൻ കഴിയില്ല. ഉള്ളതുപോലെ അല്ലാതെ ചിലതൊക്കെ സ്ട്രോങ് പറഞ്ഞു തന്നില്ലേ മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിസ്സാരമല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നിസ്സാരമല്ലാത്ത ഞാൻ വളരെ കണിശമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യരെന്ന നിലയിൽ മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. മനുഷ്യന് സാമൂഹ്യ ജീവിയാണ്. കൊണ്ടും കൊടുത്തും ഗിവൻ ടേക്ക് പോളിസി ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന തിന്മകളെ ഒന്നിച്ചെതിർക്കാൻ നമുക്ക് കഴിയണം. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിയും വിശിഷ്യ മദ്യപാനത്തിന്റെ, പലിശയുടെ, അരാജകത്വങ്ങളുടെ, പെൺകുട്ടികൾ അന്യരുടെ കൂടെ ഓടിപ്പോകുന്നതിന്റെ, കല്യാണം ഫിക്സ് ചെയ്ത് തലേന്ന് അച്ഛനോട് പറയാതെ ധിക്കരിച്ചിറങ്ങി പോകുന്ന മകളുടെ, അങ്ങനെ ഒരുപാട് കഥകൾ നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ വ്യാപകമാണ്. അല്ലേ? ഏറ്റവും കൂടുതൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിം പെൺകുട്ടി അമുസ്ലിമിന്റെ, അമുസ്ലിം പെൺകുട്ടി മുസ്ലിമിന്റെ. മാതാപിതാക്കൾക്ക് ഒരിക്കലും പൊറുക്കാൻ വയ്യാത്ത കാര്യമാണ്. അല്ലേ? അതിൽ എന്ത് തന്നെ മാനവികത പറഞ്ഞാലും അത് സഹിക്കാനാവില്ല. അവർ ചീറ്റിപ്പോറ്റി ആളാക്കി. അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, മക്കളെ കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് മോഹങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് മോളെ, നിന്നെ കുറിച്ച് ഓർത്ത് കഷ്ടപ്പെട്ട നാളുകൾ, അമ്മയുടെ കണ്ണുകളിൽ തോരാത്ത കണ്ണീരുകൾ, അത്
മനുഷ്യൻ എങ്ങനെ മറക്കാൻ കഴിയും? 10 മാസം നൊന്ത് പ്രസവിച്ച് പ്രഷറും ഷുഗറും ആ പ്രസവ കാലഘട്ടത്തിൽ മാത്രം സഹിച്ച് ഈ നീക്കം വയ്യാതെ വേച്ച് നടന്ന അമ്മയെ നിനക്ക് എങ്ങനെ മറക്കാൻ കഴിയും? നിനക്ക് വേണ്ടി രാത്രി മുഴുവൻ ഉറക്കൊടിഞ്ഞ് താരാട്ടുപാടി തൊട്ടിലിന്റെ തലയിലിരുന്ന് തൂങ്ങി ഉറങ്ങി മതിലിന് തലയിടിച്ച് മുറിവേറ്റ നിന്റെ അമ്മയെ നിനക്ക് എങ്ങനെ മറക്കാൻ കഴിയും? നിന്റെ ഉമ്മയെ നിനക്ക് എങ്ങനെ മറക്കാൻ കഴിയും? രാവിലെ മുതൽ രാത്രി വരെ നിനക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ അച്ഛനെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ചെയ്ത ഒന്നുറങ്ങിപ്പോയതിന്റെ പേരിൽ ട്രെയിൻ അപകടമുണ്ടായി സൃഷ്ടിക്കപ്പെട്ട അച്ഛന്റെ മനോഗതത്തെ നീ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? പാറക്കോറുകളിലും അതുപോലെ തന്നെ സാഗരങ്ങളിലും ജോലി ചെയ്ത് നിങ്ങളെ പൊട്ടിയ അച്ഛന്റെ മുഖം എന്തുകൊണ്ട് നിങ്ങൾ ഓർത്തില്ല? അച്ഛനെയും അമ്മയെയും ഉമ്മയെയും ഒക്കെ കണ്ണീര് കുടിപ്പിച്ച മക്കളെ, ഒരു തിരിച്ചുവരവ്, യുവാക്കളെ, സ്വന്തം യൗവനം പൊലിഞ്ഞു പോയതോർത്ത് അവിടേക്കുള്ള ഒരു തിരിച്ചുവരവ് നമുക്ക് അനിവാര്യമാണ്. ജീവിതത്തിന്റെ ഉന്നതമായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. അമഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അതല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ മണ്ണിന്റെ ഭാഗമാവും, എന്നിലേക്ക് തിരിച്ചു വരില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരും. അന്ന് ഞാൻ നിങ്ങളോട് കണക്ക് ചോദിക്കും. അന്ന് നിങ്ങളോട് ഞാനെന്ത് പറയും? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഖുർആനിലെ അവസാനത്തെ വചനം സൂറത്ത് ബഖറയിലെ 281-ാമത്തെ വചനം. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ സൂക്ഷിക്കണേ. പടച്ചോനെ കണ്ടുമുട്ടും നിങ്ങൾ ഓർക്കണേ. നിങ്ങൾ ആ റബ്ബിനെ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ അലം യഅലം ബിഅന്നല്ലാഹ യറാ. അല്ലാഹനെ കണ്ടുമുട്ടിയവന്റെ മുമ്പിൽ നിൽക്കും. അത് മറക്കണ്ട. അവിടെ വരും, അവിടെ നിങ്ങൾ വരും. നിങ്ങൾ അന്ന് ഞാൻ ബോധിപ്പിക്കും. അന്നൊരു വിഭാഗത്തെ നരകത്തിലേക്കും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ഞാൻ പറയുന്നു, മറ്റൊരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല. സത്യം, നിങ്ങളോട് വോട്ട് ചോദിക്കില്ല, നിങ്ങൾ അനാവശ്യമായി നിങ്ങളെ ചതിക്കില്ല. ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ ഒരു സുന്നി വീട്ടിൽ വന്ന് കണ്ണൂക്ക് നടത്തി 1000 രൂപ വാങ്ങി പോക്കറ്റിലിട്ടുണ്ടോ? നിങ്ങളെ ബാപ്പ മരിച്ചെടുക്കുന്നിടത്ത് യാസീൻ ഓതി 2000 വാങ്ങി കീശയിലിട്ടുണ്ടോ? ദർഗയിലേക്ക് നിങ്ങളെ ക്ഷണിച്ച് വഞ്ചിച്ചിട്ടുണ്ടോ? സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞ് നിങ്ങളെ പിട്ടടിച്ചിട്ടുണ്ടോ? ഹജ്ജ് നിങ്ങളെ ക്ഷണിച്ചിട്ട് അവിടെ പോലും ചൂഷണം ചെയ്ത് പൈസ മുടങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കും, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളോട് ഒരു പ്രതിഫലം ചോദിക്കുന്നില്ല. അല്ലാഹുവാണ് ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നത്. കല്ലേറുകൾ ഏറ്റുവാങ്ങി, കൂക്കുവിളികൾ ഏറ്റുവാങ്ങി, ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങി, ഭിന്നിപ്പിന്റെ ആളുകൾ എന്ന വിമർശനം ഏറ്റുവാങ്ങി, അതുപോലെ മുബത്തദീകൾ എന്ന ആക്ഷേപം ഏറ്റുവാങ്ങി, പ്രവാചകനോട് സ്നേഹമില്ലാത്തവർ എന്ന ആക്ഷേപം ഏറ്റുവാങ്ങി ഈ മണ്ണിൽ ഞങ്ങൾ ജീവിച്ചത് മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. ആ തിരിച്ചറിവ് ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്കുണ്ടാവും. ഷുവർ, ഇന്നില്ലെങ്കിൽ നാളെ ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവും. അന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല, അന്ന് നിങ്ങൾക്ക് റിട്ടേൺ ഇല്ല. അതുകൊണ്ട് അതിനു മുമ്പായി ഈ തൊഴിയൂരിലെ ഈ പ്രസംഗത്തെ നെഗറ്റീവായി എടുക്കാതെ പോസിറ്റീവായി എടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കി അവനവന്റെ ഖബറിന് വേണ്ടി, അവനവന്റെ പരലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി പഠിച്ച് മനസ്സിലാക്കണേ. അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുതേ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം സാഹൂതം, എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം അഗൈതവുമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങളെ വേദനിപ്പിച്ചുവെങ്കിൽ അത് നാളെ നരകശിക്ഷ ലഭിക്കാതിരിക്കാനുള്ള സ്നേഹത്തിന്റെ അതോടൊപ്പം ഗൗരവമായ ചർച്ചയായി മനസ്സിലാക്കണമേ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് ഹക്കിന് വേണ്ടി ജീവിച്ചു മരിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സത്യത്തിന്റെ കൂടെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. സത്യം ഇതാണെന്ന് മനസ്സിലാക്കിയാൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഈ സംരംഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. നാളെ അല്ലാഹുവേ, നീ ഇതിന് സാക്ഷ്യം വഹിച്ചു. അല്ലാഹു മിഷ്അദ്, അല്ലാഹു മിഷ്അദ്, അല്ലാഹു മിഷ്അദ്. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഈ ദൗത്യം ക്ലിയർ ചെയ്ത് പരമാവധി പടച്ചവനെ പ്രമാണം ഉദ്ധരിച്ച് ഞങ്ങൾ പറഞ്ഞു. മനുഷ്യ സഹജമായ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നാഥ, നിന്റെ മഹത്തായ ഫضل കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ അല്ലാ. ഇതിന്റെ സംഘാടകർക്കും ഇതിൽ സംസാരിച്ച ഓരോ വ്യക്തികൾക്കും അല്ലാഹുവേ, നീ അവർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഇത് നന്മയായി നീ ഞങ്ങൾക്ക് പ്രതിഫലമായി രേഖപ്പെടുത്തണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك.
اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.